എല്ലാവർക്കായിട്ടും സ്തോത്രം. അപ്പൊ ഇതുപോലെ വേറൊരു ഗ്രന്ഥം, വേറൊരു പുസ്തകം ഉലകത്തിലില്ലെന്നുള്ള സ്തോത്രം, സ്തോത്രം. അപ്പോൾ വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, മറ നീക്കി വെളിപ്പെടുത്തി കിട്ടിയ പുസ്തകമാണ്. ഈ നാട്ടിലൊക്കെ വെളിവില്ലാത്ത ആൾക്കാര് വെളിപാട് പുസ്തകം എന്ന് പറയും. അത് വെളിവില്ലാത്തതിന്റെ ഒരു ലക്ഷണമാണ്. വെളിപാട് പുസ്തകം, വെളിപാടല്ല, പിന്നെയോ 1-ാം വാക്യം 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അതെവിടെയാ വായിക്കുന്നത്? വായിച്ചു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അപ്പോൾ ഈ പുസ്തകം വെളിപ്പാട് പുസ്തകമാണ്. ശ്രദ്ധിക്കുക, മറ നീക്കി വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങളാണ്. മറച്ചു വെച്ച കാര്യമെല്ലാം കൂടെ സമയം അപ്പോൾ മറയങ്ങ് മാറ്റി കൃത്യം വെളിപ്പെടുത്തി. സ്തോത്രം. അതാ വെളിപ്പാട് പുസ്തകം. നാട്ടിലൊക്കെ ഞാൻ പറയും, നമ്മൾ പാലവും റോഡും ഒക്കെ പണി തീർത്ത് കഴിയുമ്പോൾ പാലത്തിന്റെ ഇങ്ങേ തലയ്ക്കലോ അങ്ങേ തലയ്ക്കലോ മാർബിളിൽ എഴുതി വെക്കും ഗതാഗത മന്ത്രിയുടെ പേര്, റവന്യൂ മന്ത്രി അല്ലെങ്കിൽ MP, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, നാട്ടിലെ പൗരപ്രമുഖന്മാരുണ്ടെങ്കിൽ അങ്ങനെ PWയുടെ ചുമതലപ്പെട്ടവരുടെ പേരൊക്കെ മാർബിളി എന്നെല്ലാം മറച്ചു വെക്കും. എന്നുവെച്ചാൽ സമയമായപ്പോൾ ഗതാഗത മന്ത്രിയായിരിക്കും സാധാരണ. നമ്മുടെ നാട്ടിലെ ഗതാഗതം വാഴുന്നില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, പുള്ളിയെ കേട്ടിട്ടുണ്ട്, വാഴും. കാരണം പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, അതുകൊണ്ട് മിക്കവാറും ഇത് ഗുണമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം കൊണ്ടുവന്നെന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ എന്തായാലും മന്ത്രി വന്ന് നാട മുറിച്ച് കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ കർട്ടൻ അങ്ങ് മാറ്റും. കർട്ടൻ മാറ്റി കഴിയുമ്പോൾ മറച്ചു വെച്ചതെല്ലാം വെളിപ്പെട്ട് കിട്ടും. എന്ന് പറഞ്ഞ പോലെ സർവജ്ഞാനിയായ ദൈവം തന്റെ തിരുഗതത്തിൽ നിർണയപ്രകാരം ഭാവി കാലത്ത് ലോകത്തിൽ, സമൂഹത്തിൽ, ഈ കാലത്തിൽ ഈ ഭൂമിക്ക്, ആകാശത്തിന്, നക്ഷത്രമണ്ഡലങ്ങൾക്ക്, മാനവരാശിക്ക്, രാഷ്ട്രങ്ങൾക്ക് സംഭവിപ്പാനുള്ള സകല വിഷയങ്ങളും എഴുതി കുറിച്ചു വെച്ചു. അത് സമയമായപ്പോൾ മറ നീക്കി വെളിപ്പെടുത്തി കൊടുത്തു. അതാതിന്റെ വെളിപ്പാട് പുസ്തകം. കർത്താവിന്റെ മഹത്വം. ഈ വെളിപ്പാട് പുസ്തകത്തിന് വേറൊരു വിശേഷണം പറഞ്ഞ് നമുക്കറിയാം, ഏഴുകളുടെ പുസ്തകമെന്ന. കാരണം തുടക്കം മുതൽ ഒടുക്കം വരെ ഏഴുകളാണ്. ഏഴിന്റെ പട്ടിക, ഏഴിന്റെ കണക്ക് അവിടെ കാണാം. 7 സഭ, 7 നിലവിളക്ക്, 7 നക്ഷത്രം, 7 ദൂതന്മാർ, 7 ആത്മാക്കൾ, 7 ദൈവാത്മാക്കൾ, 7 കണ്ണുകൾ, 7 സഭകള്, അതുപോലെ തന്നെ 7 ക്രോധകലശങ്ങൾ, 7 കലശങ്ങൾ, 7 കാകളങ്ങൾ, 7 തലകൾ, 7 മലകൾ, 7 മുടികൾ. ഇങ്ങനെ ഏഴുകളുടെ ഒരു വലിയ പട്ടിക വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏഴുകൾ. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ 22 അധ്യായമുണ്ട്. നമുക്കറിയാം, ഓരോ അധ്യായവും നമ്മൾ പരിശോധിക്കുമ്പോൾ ഓരോ പഠനങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം പഠിക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2, 3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, വെളിപ്പാട് 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം, 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു, 7-ാം അധ്യായത്തിൽ എണ്ണി തിട്ടമെടുത്ത 144,000 പേർക്ക് മുദ്ര കിടുന്ന മുദ്രിതന്മാരായ 144,000 പേര്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുക 4 കാകളങ്ങൾ മിട്ടുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് പഠിക്കുന്നു. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം സൂര്യധാരണിയായ സ്ത്രീയെ കാണുന്നു. വെളിപ്പാട് 13-ാം അധ്യായം സമുദ്രത്തിൽ കയറി വരുന്ന ഘോരവും ഭയങ്കരമായ മൃഗത്തെ കാണുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേര് നിൽക്കുന്നത് ദർശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം പഠിക്കുമ്പോൾ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ച് വൈണികന്മാർ പളകുന്നതിന്റെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ 7 ക്രോധകലശങ്ങൾ ഭൂമിയിൽ കൊണ്ടൊഴിക്കുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം മർമ്മമഗതിയാം ബാബിലോൺ, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപ്പാട് 18 വാണിജ്യ ബാബിലോണിന്റെ അധപ്പതനം 1 മണിക്കൂർ കൊണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം ദൈവകുഞ്ഞുങ്ങളുടെ പ്രത്യാശ, കുഞ്ഞാടിന്റെ കല്യാണം, അതാണ് 19. വെളിപ്പാട് 20 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായം ചേർത്തിട്ട് ഒന്ന് പഠിച്ചാൽ ദൈവമക്കളുടെ നിത്യത. അപ്പോ പകലും ഇന്നലെയൊക്കെ പറഞ്ഞ് എവിടെ പോയാലും എങ്ങനെ പോയാലും ഒടുവിൽ അങ്ങ് ചെല്ലുന്നതാ വിഷയം. പാടിപ്രാർത്ഥിച്ച് തീരുന്നതല്ല ആത്മീകം, അങ്ങ് നിത്യതയിൽ ചെല്ലണം. ഞാൻ നിങ്ങളും യുഗായുഗം കർത്താവിനോടുകൂടെ വാഴും. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് പത്രോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ജീവനുള്ള പ്രത്യാശ. പൗലോസിന്റെ ഭാഷ പറഞ്ഞ ഭാഗ്യകരമായ പ്രത്യാശ. ഇതുപോലെ പ്രത്യാശയുള്ള ഇനം വേറെ ഇല്ല, ജഗത്തിൽ വേറെ ഇല്ല. സ്തോത്രം. മറ്റ് മതസ്ഥർക്ക് ഈ പ്രത്യാശയില്ല. ഇനിയും പറയാം, ക്രൈസ്തവ ലോകത്തിലും എല്ലാവർക്കും ഒന്ന് ഈ പ്രത്യാശ. കത്തോലിക്ക, യാക്കോബ, മാർത്തോമാ, റീത്ത, ലത്തീന, ലണ്ടന, CMS, ആംഗ്ലിക്കന്, പെന്തിക്കോസ്, ബ്രദർ, അങ്ങനെ പല വകുപ്പുകളുണ്ട്. എല്ലാവർക്കും ഒന്നും ഈ പ്രത്യാശ ഇല്ല. നോട്ടം ഇരിപ്പം കാണുമ്പോൾ അറിയാം, എല്ലാവർക്കും ഒന്നും ഈ പ്രത്യാശയില്ല.
ഇനി പിണങ്ങരുത്, പിണങ്ങിയാലും ഒന്നുമില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടിലോട്ട് കയറ്റുക. ഈ പെന്തിക്കോസിലും എല്ലാവർക്കും ഒന്നും ഈ പ്രത്യാശ ഇല്ല. ഒന്നുകൂടെ ഞാൻ എന്നെ പ്രതിക്കൂട്ടി കയറ്റുക. ദൈവദാസന്മാരെന്ന് പറയുന്നവരിലും എല്ലാവർക്കും ഒന്നും ഈ പ്രത്യാശ ഇല്ല. പക്ഷെ ഇതുള്ള ദൈവ കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, കാകളം ധ്വനിക്കും, നാം ഇവിടുന്ന് പറന്ന് കയറും. സ്തോത്രം, സ്തോത്രം. നമുക്ക് നമ്മുടെ കർത്താവിനെ ചെന്ന് കാണണം. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ മരണ വീടുകളിലൊക്കെ ചെല്ലി പറയാറുണ്ട്. മരണ വീട്ടിൽ ഞാൻ മിക്കപ്പോഴും പറയും, നമുക്ക് അവിടെ ചെന്ന് കാണാം, അച്ചായനെ അവിടെ ചെന്ന് കാണാം, കൊച്ചമ്മേനെ അവിടെ ചെന്ന്. നടക്കുന്ന വിഷയമല്ല. ഞങ്ങളുടെ ഒരു സണ്ണിയുടെ ഭാര്യ മരിച്ച് എന്നെയും വിളിച്ച് ഞാനും ചെന്ന്. എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് പറഞ്ഞു, സണ്ണിച്ചായ പതറരുത്, ചിന്നമാമയെ സ്വർഗത്തിൽ ചെന്ന് കാണാം, സണ്ണിയും കൈപോക്കി കാണാമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണിച്ചില്ല. ഒടുവി എനിക്ക് ചിലപ്പോൾ സമയം കണ്ട് ഞാൻ പറഞ്ഞു, സണ്ണിച്ചാ സ്വർഗത്തിൽ ചെല്ലുന്ന ചിന്നമ്മയെ കാണാനല്ല, സ്വർഗത്തിൽ ചെന്ന് ചിന്നമ്മയും ഇവിടാട്ടം കാണും വന്ന് നോക്കി നടക്കാമോ? സ്വർഗത്തിൽ നിന്ന് ചിന്നമ്മയെ കാണാൻ സ്വർഗത്തിൽ പോകുമോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് പണ്ടൊരാൾ പറഞ്ഞ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ 3 അത്ഭുതം കാണും. 1, ഞാൻ പ്രതീക്ഷിച്ച പലരും വന്നിട്ടില്ല. 2, ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും വന്നു. 3, ഞാൻ എങ്ങനെ വന്നെന്ന്. നമ്മുടെ കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ വരാനൊരു സാധ്യത ഇല്ല. പിന്നെ മുതലക്കുളത്ത് ചാടിയതുപോലെ. അപ്പം ഇനി ചെന്നെന്നങ്ങ് വിചാരിക്കുക, സ്വർഗത്തിൽ ചെന്നാൽ ചിന്നമ്മയൊന്നും അല്ല വിഷയം. ഞാൻ പറഞ്ഞത് തന്നെ, സ്വർഗത്തിൽ ചെന്നാൽ ചിന്നെന്നുള്ള ചിന്ത പോലും വരികയില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ശരീരത്തോടല്ലല്ലോ അങ്ങോട്ട് പോകുന്നേ. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് ചിന്നയും പേരും തങ്ക എന്നുള്ള ചിന്ത വരുന്നത്. സ്വർഗത്തിൽ പോകുന്ന വേറൊരു ശരീരമാണ്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ ദൈവരാജ്യം അവകാശം കിട്ടാൻ പോകുന്ന ശരീരം പുതിയ ശരീരമാണ്. സ്തോത്രം. പണ്ട് സാറൊരു പാട്ട് പാടി, പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. അപ്പോൾ ഈ പുത്തനാകുന്ന ശരീരം നമുക്ക് ദൈവം ദത്തം ചെയ്യുകയാണ്. അപ്പൊ ഈ ശരീരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളും വികാരങ്ങളും വരുന്നത്. കിട്ടാൻ പോകുന്ന ശരീരം വേറൊന്നാണ്. എന്റെ ഒരു അഭിപ്രായം, വചനത്തെ കൂട്ടുപിടിച്ചാൽ സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗവുമല്ല നമ്മുടെ വിഷയം. സ്വർഗം കേമമാ. അവിടെ ദൂതന്മാരുണ്ട്, കെറൂബികളുണ്ട്, ശ്രാവ്യന്മാരുണ്ട്, പളുങ്ക് നദിയുണ്ട്, കണ്ണാടിക്കടലുണ്ട്, സ്വർഗത്തിലെ തങ്കത്തിരിവ്, ഇതൊക്കെ നമുക്ക് അവർണ്ണനീയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സ്വർഗത്തിൽ ചെന്നാൽ ദൂതന്മാരും കെറൂബികളും ശ്രാവികളും ഗബ്രിയേൽ, മീകായേൽ, അദ്രിയേൽ, ഊറിയേൽ, ഊരിയേൽ, ഇങ്ങനെയുള്ള സ്വർഗത്തിൽ ചെന്നാൽ മണിമകുടമായ ആ മന്ദിരങ്ങളും പത്തനങ്ങളും പട്ടണങ്ങളും ഗോപുരങ്ങളും ഒക്കെ ഉള്ള സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗവുമല്ല നമ്മുടെ വിഷയം. സ്വർഗത്തെക്കാൾ വലിയവനുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ചെന്നാൽ സ്വർഗവുമല്ല നമ്മുടെ വിഷയം. സ്വർഗത്തേക്കാൾ വലിയവനുണ്ട്. അവൻ മോശയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തിലും വലിയവൻ. അവനാ നമ്മുടെ വിഷയം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ ഞാൻ കടമെടുത്ത് പറയുക, ഈ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ശരീരത്തോടൊന്നും അല്ലല്ലോ ചെല്ലുന്നത്. യാതൊരു ഊനവുമില്ല. ആ ശരീരമാണ് നമുക്ക്. ഇപ്പൊ നമുക്ക് ബലഹീനതകളൊക്കെ, പല അപാകതകൾ എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. കിട്ടാൻ പോകുന്ന ശരീരം, തേജസ്സിന്റെ ശരീരം. ആ പോകുന്ന പോക്കിനെ പറ്റി സങ്കീർത്തനക്കാരൻ ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്ന, ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ. അതിന് വ്യാഖ്യാനം പറയുന്നത്, നല്ല യൗവനയുക്തരായിരിക്കുമെന്ന് അങ്ങോട്ട് പോകുന്നത്. നല്ല പരുവക്കേടിലൊന്നും അല്ല, യൗവനയുക്തരാ. അതിന് വേറൊരു വ്യാഖ്യാനം പറയുന്നത്, 33 തിരുവയസ്സിലല്ലയോ കർത്താവ് ഇവിടുന്ന് പോയത്, ആ പരുവത്തിനായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പവുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അന്നാരവും പാടുകളുള്ള കൈയുമായി ഒരുവനുണ്ട് അവിടെ. അവനാ നമ്മുടെ വിഷയം. നമ്മുടെ സകല പാടും മാറ്റിയപ്പോൾ അവൻ പാടേറ്റവനായി. ആണിപ്പാടുള്ള കൈയുമായിട്ട് അവിടെ ഉണ്ട്. സ്തോത്രം. അവനാ നമുക്ക് വിഷയം. അവൻ ഈ പാട് സഹിച്ചത് നമ്മുടെ സകല പാടും മാറാനാ. അവൻ ഈ പങ്കപ്പാട് സഹിച്ചു നിന്നത് നമ്മുടെ സകല ദുരിതങ്ങൾ മാറ്റിത്തരാനാ. അപ്പൊ സ്വർഗത്തെ തന്നെ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നുമല്ല വിഷയം. സ്വർഗത്തെക്കാൾ വലിയവനുണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവാ നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരേ, നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽ ചുവട് നാടോറും പിന്തുടരാൻ മാതൃകയായി താൻ നല്ല
മാതൃകയായിതാ ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ, നാമെന്തു ഭാഗ്യമുള്ളോർ പ്രിയരെ. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ ആരാധിക്കുന്നതാണ്. അതെ, അപ്പോൾ വെളിപ്പാട് പുസ്തകം ഓരോ അധ്യായത്തിലും ഓരോ സബ്ജക്റ്റുകളിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാം അധ്യായത്തിൽ വിഷയം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു, 2, 3 അധ്യായം 7 സഭയ്ക്കുള്ള ദൂത്, 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ, 5-ാം അധ്യായം ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്. ഈ ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. ഇപ്പോൾ ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ഭൂമി ഇപ്പൊ ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ഭൂമിയുടെ ശാപം ഇതുവരെ മാറിയിട്ടില്ല. ഈ ഭൂമിക്ക് ശാപം വന്നത് ആദാം നിമിത്തമായി ഭൂമി ശപിക്കപ്പെട്ടത്. നമുക്കറിയാമല്ലോ, സർവജ്ഞാനിയായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നത് അല്ല, അങ്ങനെ തന്നെ വേദപുസ്തകം പഠിക്കുന്നത്. കുരങ്ങ് രൂപാന്തരം പ്രാപിച്ചു വന്നല്ല, മണ്ണുകൊണ്ട്, മണ്ണിൽ നിന്ന് നമ്മളെ എടുത്തുകൊണ്ടാ പിന്നെയും 10 സെന്റും കൂടെ എഴുതാനല്ലേ ആഗ്രഹം. നാട്ടിൽ ചെന്നാ ഉടനെ പറയാം, നമുക്ക് ചെന്നാ ഉടനെ 10 അങ്ങ് ഈ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് ഇതിനോട് എപ്പോഴും താല്പര്യമാണ്. ആശുപത്രി ചെല്ലുമ്പോൾ പണ്ടൊക്കെ പറയാന്ന്, കണ്ണിങ്ങനെ നോക്കി ഡോക്ടർ പറയും ഇരുമ്പിന്റെ കുറവ് ഉണ്ട്. അപ്പൊ മണ്ണിൽ നിന്ന് എടുത്തതിന്റെ തെളിവാ. മറ്റേ PG മാസ്റ്ററോട് ഒരാൾ ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ ഈ സഹോദരന്മാരും യോഗം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പം ഇങ്ങനെ മേപ്പോട്ടും കീപ്പോട്ടും. അപ്പം PG മാസ്റ്റർ അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മേപ്പോട്ടും കീപ്പോട്ടിയാണെന്ന് ജോർജുട്ടി, ഈ അകത്തിരിക്കുന്നത് മേളിൽ നിന്ന് വന്നതാ ആത്മാവേ, ഈ പുറത്തത് മണ്ണിൽ നിന്ന് എടുത്തത്. അപ്പൊ ഈ അകത്തിരിക്കുന്ന പുള്ളിക്ക് മേപ്പോട്ട് പോകണം എന്ന ആഗ്രഹം. ഈ പുറത്തിരിക്കുന്ന പുള്ളി പറയും വിടുകയല്ല. അപ്പൊ ഇതുങ്ങൾ രണ്ടുകൂടെ കിടന്ന് ഈ പിടിവലി ഉണ്ടാക്കുന്നതാ. യോഗം മൂക്കുമ്പം, യോഗം അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ അകത്തിരിക്കുന്ന പുള്ളിക്ക് പോണമെന്നാ. മറ്റേ പുള്ളി പറയും വിടുകയല്ല. ഇതുങ്ങൾ രണ്ടും കിടന്ന് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, മണ്ണിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചതാ. അപ്പോൾ 5 ദിവസം കൊണ്ട് പൂജര കേജര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ 2 ശീല് പാട്ട് പാടിയെങ്കിലും ഒക്കൂ എനിക്ക്. നാളെ ഒരാൾ ചോദിച്ചു എപ്പോഴും അങ്ങ് പാട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ തെറി പറയുന്നില്ലല്ലോ, ഞാൻ പാട്ടല്ലയോ പാടുന്നേ, അതും ആത്മീയ ഗീതങ്ങളല്ലയോ, അങ്ങ് സന്തോഷിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 5 ദിവസം കൊണ്ട് പൂജര കേജര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. അപ്പം സാറ് പാടി, വനങ്ങളവയന്തിടും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിന്തുടത്. വനങ്ങളവയന്തിടും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറിന്തുടതിൽ 6-ാം ദിനത്തിൽ ആത്മാഭാവം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരിയെ ഉരുവാക്കി ദൈവം. പരമവർക്ക് പൂജിതമായ വിചിത്രമതാമൊരു തോട്ടം ചമച്ചതിങ്കൽ ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം. പരവിധം ദിവ്യോർജിതമൊന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം. കനി പൂജിപ്പാനോ അരുത് അറിവിൻ മരമായത് നിത്തം. മാറുത്തു ചൊന്നാൽ വരുമെ മരണമെന്നൊരു നീക്കമില്ലതിന് കരുതണം നിങ്ങളെന്ന് പരമൻ ചൊന്നവർ. വരുമെ മരണമെന്നൊരു നീക്കമില്ലതിനു കരുതണം നിങ്ങളും പരമൻ ചൊന്നവരോട്. വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ, വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ. അപ്പൊ 5 ദിവസം കൊണ്ട് പൂജന കേജര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് 6-ാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാന് പാട്ടെനിക്ക് ഇഷ്ടമാ, സ്വരം അത്ര നല്ലതല്ല, ട്യൂണും അത്ര ഒക്കുന്നില്ല, എങ്കിലും പാടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. അതുകൊണ്ട് അറിയാവുന്നവര് കൂടെ തന്നെ പാടി സഹായിക്കുന്നത് നല്ലതാ. അത് നടക്കുകയല്ലെന്ന് എനിക്കറിയാം. കർത്താവിന് മഹത്വം. എനിക്ക് തലയ്ക്ക് വേദനയും അസ്വസ്ഥതകളൊക്കെ ഒത്തിരി ഉണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഒറ്റയ്ക്കുള്ള യാത്ര, പോക്ക്, വിശ്രമം, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ വെച്ചും അങ്ങനെ തന്നെ കൂടെ ഇങ്ങനെ തലചുറ്റലും അസ്വസ്ഥതയൊക്കെ എനിക്കുണ്ട്. നെഞ്ചിനകത്തും ബുദ്ധിമുട്ടുകളും പല. ഈ രോഗവിവരം പറയാൻ വന്നതല്ല, പറഞ്ഞ എന്താ വെച്ചാൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ.
പ്രാർത്ഥനയുടെ വിടുതൽ നമ്മൾ അനുഭവിക്കുന്നവരും അനുഭവിച്ചവരുമാണ്. സ്തോത്രം. എങ്കിലും സന്തോഷം എന്താന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്നത് ശുശ്രൂഷിക്കുന്നത് ആ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. അതെ. അപ്പൊ 5 ദിവസം കൊണ്ട് സകല പൂജന ഗേജന വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 6-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു. ഈ മനുഷ്യൻ പാപം ചെയ്തു. ദൈവം തമ്പുരാൻ തന്നെ സൃഷ്ടിക്കുന്ന മണിമകനമാകുന്ന മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന് ഗാഠനിദ്ര, ആദമിന് ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരികലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ചവന്റെ വാമഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ടു. ഈ ഹവ്വായെ കണ്ട ആദാം അത്ഭുത പയപരവശനായി പോയെന്ന ആ ഹവ്വായെ വർണ്ണന സൈമൺ സാറ് വേദവികാരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹവ്വായെ അങ്ങോട്ട് നിർത്തിയപ്പോൾ വർണ്ണിക്കുക. അതിങ്ങനെ: ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കുന്നേരം ഒരു ദിവ്യമാം നാരീരക്തം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിടക്കുന്ന പാന് പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി പ്രകാരം ആധമൻ ഉള്ളത്തുലുച്ചരിച്ചു: എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നലീ ഭൂമിൽ പിണ്ടിതാകൃതിയായോ എന്ന് പറഞ്ഞാൽ ഈ മിന്നലെല്ലാം കൂടെ ഉരുണ്ടുകൂടി വന്നതാണോ? മിന്നൽ എന്തോ പ്രഭയ, എന്തോ ശോഭയാ. അപ്പം സകല മിന്നലുകളുണ്ട്. ഹന്ത മിന്നലീ ഭൂമിൽ പിണ്ടിതാകൃതിയായോ എന്നവർ ഉരുണ്ടുകൂടി വന്ന് നിൽക്കുകയാണോന്ന്. ചന്ദ്രനെ വെടിഞ്ഞെങ്കിൽ ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടി. വാനവ പരിചയിലെങ്ങാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും. മുടി പട്ടം കണ്ടിച്ച് നടക്കുകയല്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലായാ മതി. പട്ടമെല്ലാം കൂടെ കണ്ടിച്ചേച്ച് പഴയ ഓലപ്പരയുടെ അരി കണ്ടിക്കും പോലെ. ഞാൻ തരാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തരാം. അപ്പൊ ശ്രദ്ധിക്കുക. എന്താ അമ്മ പറഞ്ഞേ? ഏതാണ്ട് പറഞ്ഞു. പഴയ വീടിന്റെ ഓല മടഞ്ഞു കഴിയുമ്പോഴേ ഇങ്ങനെ അരി കണ്ടിക്കും. അമ്മയ്ക്ക് അത്ര പിടുത്തമില്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യമാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്ന. വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിടക്കുതിച്ച പാന് പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയ്ക്ക് വിവശനായി പ്രകാരം ആദമൻ ഉള്ളത്തിൽ ഉച്ചരിച്ചു: എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നലീ ഭൂവിൽ പിണ്ടിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞെങ്കിൽ ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടി. വാനവ പരിചയിൽ എങ്ങാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമോർത്ത് കണ്ടാൽ കേശഭംഗിയും. മുടി അല്ല, വടിവത്ത മുടിയാ. കേശഭംഗിയും മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന ജാതിയും പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അവര് ചിരി ചിരിച്ചാൽ ആരും വീഴുവെന്നാ പറഞ്ഞ എന്റെ അർത്ഥം. പുഞ്ചിരി കൊണ്ട് തിരിയ ജാതിയും വശപ്പെടും. അഞ്ജതമായ ദന്തപ്രഭയും മുകുളവും. നല്ല പല്ലായിരുന്നെന്നാ. പടലാതരം മനോമോഹനൻ നാസികയും, നല്ല മൂക്കുമൊക്കെ. പേടമാൻ അടിപണിയിടുന്ന മിഴികളും എന്ന് പറഞ്ഞ കണ്ണ് മാനിന്റെ കണ്ണിനെയും വെല്ലുന്നതായിരുന്നെന്ന. ഏറ്റവും നല്ല കണ്ണ് മാൻ കണ്ണാന്ന. നമ്മള് നാട്ടിലൊക്കെ കവിതകളുണ്ടല്ലോ, മാൻ മിഴിയാളെ. അപ്പം ഈ മാനിന്റെ കണ്ണാണ് നല്ല കണ്ണെന്ന. അപ്പം മാൻ ഒരു നോട്ടം നോക്കിയാൽ നല്ലതാ. അപ്പം ആ മാൻ പോലും അടി വണങ്ങും ഈ അമ്മയുടെ മുന്നിൽ. അത്രയ്ക്ക് കണ്ണ. പേടമാൻ അടിപണിയിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലിളകും. ചില്ലിയുഗം എന്ന് പറഞ്ഞാൽ പുരികക്കൊടി. ഉല്ലസൽ സന്തോഷത്തോടെ. ഉല്ലസൽ കല്ലോലം വെള്ളത്തിര. അപ്പൊ ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ലി. അപ്പൊ പുരികക്കൊടി ഇങ്ങനെ കിടുകിടാന്ന് നിൽക്കും, വെള്ളത്തിര പോലെ. അല്ലാതെ പിരിയം മടിച്ച് പറിച്ചേച്ച് നടക്കുക എല്ലാരും. മനസ്സിലാകുന്നുണ്ടല്ലോ? നാളെ രാത്രി നമുക്ക് യോഗമില്ലല്ലോ. ഇന്നലെ തരണമെന്ന് ഓർത്തതാ. അപ്പൊ ഇന്നലെ തന്നാ ഇന്ന് പാല് വരികയല്ല. പാല് പറഞ്ഞല്ലോ, ഏണി. ഉല്ലസൽ കല്ലോലം പോലിളകൻ ചില്ലി യുഗം. നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഗന്ധങ്ങളും. ഗന്ധം കവിള്, ദാടിമം മാതള നാരങ്ങ. അപ്പൊ കവിഭാവനയാ. 2 മാതള നാരകം എടുത്ത് ഇല്ല കവിളെ വെച്ചെന്ന് അവ്വായുടെ കവിള് കണ്ടപ്പോ അത്രയ്ക്ക് സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു. കാരണം ദൈവമല്ലയോ സൃഷ്ടിച്ചത്. കർത്താവിന്റെ സൃഷ്ടി വൈഭവത്തെ പറ്റി പഠിച്ചാൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടോ?
മോശമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്നാൽ. ദൈവം സൃഷ്ടിച്ചത് ഒന്നും മോശമായിട്ടില്ല. പണ്ട് ഈ ഒരു പുരാണ കഥയാ സന്ദർഭം വന്നുകൊണ്ട് ഈ ഹൈന്ദവര് പറയുന്നത് ഈ ബ്രഹ്മാവാന്നല്ലോ സൃഷ്ടിയുടെ ആളാന്നാ. അപ്പൊ ഒരുത്തൻ ചെന്ന് തപസ് ചെയ്ത് വെച്ച് പുള്ളിയോട് പറഞ്ഞു, അച്ഛൻ എല്ലാം സൃഷ്ടിക്കുക, എനിക്കൂടെ സൃഷ്ടിക്കാൻ അവസരം. പുള്ളി പറഞ്ഞു, സൃഷ്ടിച്ചാൽ ഒക്കുകയല്ലെന്ന് പറഞ്ഞു. ഇല്ല, ഒരു അവസരം തരാൻ പറഞ്ഞു. അപ്പൊ എന്നാ പോയി സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോ ആദ്യം ചെന്ന് സൃഷ്ടിച്ചതാ പറങ്ങാണ്ടിപ്പഴം. എന്നെന്താ പറങ്ങാണ്ടിന്ന് പല വെളിയിലും കണ്ട, അതും നേരെയല്ല നിൽക്കുന്ന കിഴക്കാൻ തൂക്ക ഒക്കുകയല്ലെന്നായി പറഞ്ഞത്. പുള്ളി പറഞ്ഞു, കണ്ടോ ഇതാ ഞാൻ തരാത്തെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഏത് മനുഷ്യനും ഒരു തെറ്റ് വരാം, ഒരെണ്ണം ഒരു അവസരവും കൂടെ. പോയി സൃഷ്ടിച്ചു മത്ത, വള്ളിക്ക് ഇത്ര മണ്ണ് കൊള്ളുക. സൃഷ്ടി വൈഭവം ആട്ടെ, നമ്മുടെ വിഷയമല്ല ഇത്. ബ്രഹ്മാവും ഒന്നും സൃഷ്ടിച്ചതല്ല, സർവജ്ഞനായ ദൈവം സൃഷ്ടിച്ചതാ. കർത്താവിന്റെ സൃഷ്ടിക്കുന്ന വൈഭവം പഠിച്ചാൽ ഒന്നും മോശമായിട്ടില്ല. ഏതായാലും ആദിമാതാക്കളെ ആദം ഗൗമാരെ ഏതൻ തോട്ടത്തിലാക്കി തോട്ടം കാക്കണം, വേല ചെയ്യണം. കാത്തില്ല, കാക്കണം എന്നുള്ള പദം വന്നപ്പോൾ ഓർക്കണം, തോട്ടത്തിൽ ആരോ കയറാൻ സാധ്യതയുണ്ട്. തോട്ടം കാത്തില്ല, കാക്കാഞ്ഞത് കൊണ്ട് തോട്ടത്തിൽ പാമ്പ് കയറി പാപം ചെയ്യിപ്പിച്ചു. നമുക്ക് ഭാഗം അറിയാം. എന്തിനേറെ വിലക്കപ്പെട്ട അനുഭവിച്ച് പാപം ചെയ്തു. ദൈവതാജസ് നഷ്ടപ്പെട്ടവരായി മരത്തിന് മറഞ്ഞിരുന്നു. ദൈവം തമ്പുരാൻ പതിപോലെ ഇറങ്ങി വന്ന് ആദമിനെ വിളിച്ചു, ആദമേ നീ എവിടെ? മരത്തിന് മറഞ്ഞിരുന്നു. ഉണ്ടെന്ന് പറഞ്ഞു. രംഗത്ത് വന്നു, കാര്യങ്ങൾ ചോദിച്ചു. നീ എവിടെ ആയിരുന്നു? ഞാൻ മറഞ്ഞിരിക്കുക. അവന് നഗ്നനാകുകൊണ്ട്. ആരാ പറഞ്ഞ നഗ്നനായെന്ന്? ഞാൻ വിലക്കിയ കനി നീ ഭക്ഷിച്ചോ? അപ്പോൾ ആദം പറഞ്ഞു, സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചു, നീ അത് കൊടുത്തോ? പാമ്പ് തന്നു. എന്തിനേറെ ദൈവം ശപിച്ചു. പാമ്പിനോട് പറഞ്ഞു, നീ ഉരസം കൊണ്ട് ഗമിക്കുന്ന നിരത്ത് പൊടി നിന്റെ മനുഷ്യന്റെ കുതികാലിന്റെ കടിക്ക് അവൻ നിന്റെ തലയെ തകർക്കും. സ്ത്രീയോട് പറഞ്ഞു, നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും മർദ്ദിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. ദൈവം വെച്ച വ്യവസ്ഥയാണ്. പുരുഷനോട് പറഞ്ഞു, നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ ആദം നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പാർക്കുന്ന ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാ. ഇത് ശാപമുള്ള ഭൂമി ആയതുകൊണ്ട് എന്തോ കുഴിച്ചു വെച്ചാലും നട്ടാലും നമ്മൾ ഈ ഭൂമിയിൽ കിളിപ്പിച്ചാലും പൂർണ്ണ ഫലം തരികയില്ല. ഇത് ശപിക്കപ്പെട്ട ഭൂമിയാ. എന്നാൽ ഈ ഭൂമിയുടെ ശാപം കർത്താവ് മാറ്റിക്കഴിയുമ്പോൾ ഈ ഭൂമി 100 മേനി വിളവ് നമുക്ക് തരും. അതിൻ്റെ ഒരു നിഴലാണ് ഉൽപ്പത്തിയിൽ ദൈവം പകല് പറഞ്ഞല്ലോ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത്. ഇസഹാക്ക് ആ ആണ്ടിൽ വധച്ചു, അവന് 100 മേനി വിളവ് കിട്ടി. അതിന് മുമ്പ് വധച്ചാർക്കും കിട്ടിയിട്ടില്ല, അതിന് പിമ്പ് വധച്ചാർക്കും കിട്ടിയിട്ടില്ല. ഇതൊരു നിഴല എന്ന് പറഞ്ഞാൽ ഈ ഭൂമി 100 മേനി തരും. അപ്പോൾ ഈ ഭൂമിയുടെ ശാപം ദൈവം മാറ്റി. ഇപ്പൊ ഈ ശാപം മുറിച്ചടിച്ച് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ ഈ ഭൂമിയുടെ ശാപം കൂടെ മാറ്റുകാരനെ സ്തോത്രം. ശാപം മുടിക്കുന്ന ഒത്തിരി ആൾക്കാർ ബലൂൺ ചവിട്ടി പൊട്ടിക്കുന്നു, പെണ്ണുങ്ങളെ തള്ളിയിടുന്നു, ഒച്ചപ്പാടുണ്ട്, എന്തെല്ലാം ബഹളമാ. ശാപം അങ്ങ് മുറുകിയ. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഭൂമിയുടെ ശാപം കൂടെ ഒന്ന് ഏതായാലും വരവും കൃപയൊക്കെ ഉള്ളവരാ. സ്തോത്രം. പ്രാർത്ഥിച്ച അന്നേരം ഉടനെ ഭയങ്കര വരക്കാരുണ്ട്. ആട്ടെ, ഈ ഭൂമിയുടെ ശാപം ഇപ്പം മാറത്തില്ല. ഇതിന്റെ ശാപം നമ്മുടെ കർത്താവ് മാറ്റും. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഭൂമിയെ വീണ്ടെടുക്കുന്നത്, ഭൂമിക്ക് അതിന്റെ മുദ്ര പൊട്ടിക്കുന്നത് ഭൂമിയുടെ ആ വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. 7-ാം അധ്യായം 144,000 പേർക്ക് മുദ്ര കിട്ടുന്നു. 8-ാം അധ്യായം 7-ാം മുദ്ര പൊട്ടിക്കുകയും 4 കാകളങ്ങളും കിട്ടുന്നു. 9-ാം അധ്യായം നദീതീരത്ത് ബന്ധിച്ച് ദൂതന്മാരെ അടിച്ചുവിടുന്നു. 10-ാം അധ്യായം ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നു. 11 2 സാക്ഷികളാണ്. വെളിപ്പാട് പുസ്തകം 11 വിവാദ അധ്യായം 2 സാക്ഷികൾ. ഈ 2 സാക്ഷികൾ ആരാന്ന് തർക്കമുള്ള കാലമാ. ഏലിയാവും മോശയാന്ന് പറയുന്നു, അല്ല ഹാനോക്ക് ഏലിയാവു എന്ന് പറഞ്ഞു, മോശ ഏലിയാവു എന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായം പറയാം, ഇവരാരും അല്ലെന്നുള്ളതാ. എനിക്കും അഭിപ്രായമൊക്കെ പറയാം, ഇവരാരും അല്ലെന്നുള്ളതാ. പണ്ട് ഞാനൊരു സ്ഥലത്ത് യോഗത്തിന് ഹാനോക്കല്ല, ഹാനോക്ക് ബാധികളുണ്ട്, ഹാനോക്കാന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഹാനോക്കല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരപ്പൻ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, പിന്നെ ആരാന്ന് ചോദിച്ചു. ഞാനും ചോദിച്ചു ആരാന്ന് ചോദിച്ചു. പുള്ളി എന്നോടും ചോദിച്ചു ആരാന്ന്. ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ആരും കേൾക്കുന്നില്ല. ഹാനോക്കല്ലെന്നുള്ളത് ഉറപ്പാ. അതിന്റെ കാരണം ഹാനോക്ക് എടുക്കപ്പെട്ടയാളാ. സ്തോത്രം. മരണം കാണാതെ ദൈവത്തോട് കൂടെ 300 കൊല്ലം നടന്നു. ദൈവം അവനെ അങ്ങ്. അപ്പൊ ഞാൻ അപ്പനോട് ചോദിച്ചു, ഹാനോക്ക് എന്ത്? ഹാനോക്ക് എടുക്കപ്പെട്ടു. എങ്ങോട്ട് പോയി? സ്വർഗത്തിൽ പോയി. അപ്പൊ സ്വർഗത്തിൽ പോയത് ഈ ശരീരത്തോടല്ലല്ലോ, പിന്നെ ഏത് ശരീരമാ? രൂപാന്തര ശരീരമാ. അങ്ങനെ പോകാൻ പറ്റൂ? ഈ ശരീരത്തോടെ പോകാൻ ഒക്കത്തില്ല. അങ്ങനെ അന്ന് രൂപാന്തരപ്പെട്ടു പോയ ഹാനോക്കിനെ പിന്നെയും കൊണ്ട് നീ ശരീരത്തിൽ കയറ്റി പിന്നെയും കൊന്നേച്ച് പിന്നെ ഉയർപ്പിച്ചാൽ മറുവശം നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കേണ്ടി വരും. അപ്പൊ ഇത് മൊത്തം തെറ്റും. അതുകൊണ്ട് ഇപ്പൊ തർക്കവും വാദവും ഒന്നും വേണ്ട. ഏലിയാവും ഹാനോക്കും ഒന്നുമല്ല. പിന്നെ സൂക്ഷ്മം അറിയണമെങ്കിൽ ഇപ്പൊ പോകുന്ന രീതിയിൽ അങ്ങോട്ട് പോയാൽ മതി. അവര് വരും, അന്നേരം കാണാം. ഞാൻ കാണുകയല്ല.
മനസ്സിലാകുന്നുണ്ടല്ലോ? കണ്ടേച്ച് എന്നാന്ന് വെച്ചാൽ പിന്നെ അടുത്ത നടപടിക്രമം നോക്കാം. ഏതായാലും 2 സാക്ഷികൾ എന്നെ അവിടെ കൊടുത്തിട്ടുള്ളൂ. തീർത്ത് പറയാൻ അനുവദനീയമല്ല. അതവിടെ നിൽക്കട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം മൃഗം കയറി വരുന്ന 14-ാം അധ്യായം കർത്താവിന്റെ മഹത്വം സിയോൻ മലയിൽ കുഞ്ഞാടനോട് കിടന്ന് 144,000 പേര്. അത് ഈ ജയമെടുത്ത വിശുദ്ധന്മാരാന്നൊക്കെ ചില ആൾക്കാർ പറയും. അങ്ങനെ പ്രത്യേക ഗ്രൂപ്പ് ഒന്നുമല്ല. നമ്മുടെ കാര്യം, സഭയുടെ കാര്യമേ അല്ലല്ലോ അവിടെ പറയുന്നത്. വെളിപ്പാട് 14 ആട്ടെ വിവരിക്കുന്നില്ല. വെളിപ്പാട് 15-ാം അധ്യായം മോശയുടെ പാട്ട്, കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണപിടിച്ച് വൈദികന്മാർ പാടി പളകനദിയുടെ തീരത്ത് പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. 16-ാം അധ്യായം 7 ക്രോധകലശങ്ങൾ ഒടിക്കുന്നു. 17-ാം അധ്യായം മർമ്മമഗതിയാം ബാബിലോൺ, എതിർക്രിസ്തുവിന്റെ മണവാട്ടി. അപ്പോൾ ആ സ്ത്രീയുടെ ലക്ഷണമുണ്ട്. ചുമന്ന വസ്ത്രമൊക്കെ ധരിച്ചായിരിക്കുന്ന അവിടെ എഴുതിയേക്കുന്നത്. 17-3 വായിച്ചേ. 17:3 അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ആ സ്ത്രീ ധൂമ്രവർണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യ. ഈ സ്ത്രീ ഏതാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാം: എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. ലക്ഷണം ചുമന്ന മൃഗത്തിന്റെ പുറത്ത് ചുമന്ന വസ്ത്രം ധരിച്ച് മുത്തും രത്നവും പൊന്നുമൊക്കെ അണിഞ്ഞ് വേക്ഷ വിഭൂഷിതയായിട്ടിരിക്കുക. ദൈവസഭ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി. നിങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളത്തില്ലെങ്കിലും ഒരു ചെറിയ ആശയം പറയാം. ഈ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ വസ്ത്രം ചുമന്നതാണ്. ഈ ദൈവസഭയെ പരാമർശിക്കുമ്പോഴെല്ലാം വസ്ത്രം വെള്ളയ്ക്കാ പ്രാധാന്യം. നിങ്ങൾ വേറെ പുസ്തകം മൊത്തം പഠിച്ചേ, വെള്ള വസ്ത്രത്തിനാ സ്വർഗത്തെ പറ്റിയും സ്വർഗീയ വിഷയങ്ങളെ പറ്റിയും വെള്ളയ്ക്കാ വസ്ത്രം. 1-2 വാക്യം ഒന്ന് വായിച്ചു തെളിവിന്. വെള്ള വസ്ത്രത്തിനാ പ്രാധാന്യം. ലൂക്കോസ് 24:4, യോഹന്നാൻ 20:11-12, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 10, 11, 12, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 7, 8, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11, വെളിപ്പാട് 7:9, വെളിപ്പാട് 19:11 എല്ലാം വായിക്കണ്ട. 1-2 മതിയല്ലോ. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച മിന്നുന്ന വസ്ത്രം. അപ്പൊ ഡൗട്ട് വരും, ഈ മിന്നുന്ന വസ്ത്രം വെള്ളയാണോ? വെള്ളയാ. തെളിവ് 20:11 യോഹന്നാൻ. കുനിഞ്ഞു നോക്കി. യേശു ക്രിസ്തുവിന്റെ ശരീരം കിടന്നിടത്ത് വെള്ള വസ്ത്രം. ഞാൻ എല്ലാ വാക്യവും എടുപ്പിക്കുന്നില്ല. വെള്ളയ്ക്കാ പ്രാധാന്യം. അപ്പോൾ ചുമന്നത് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ വസ്ത്രധാരണമാ. പോട്ടെ, ഞാനത് വിവരിക്കുന്നില്ല. കർത്താവ്, ഞാൻ ഒരു കാര്യം ദൈവ കുഞ്ഞുങ്ങളോട് പറയാം. കുറഞ്ഞ പക്ഷം ആരാധനയ്ക്ക് വരുമ്പോൾ, സഭായുഗത്തിന് വരുമ്പോഴെങ്കിലും, ഇവിടെ പിന്നെ കാലാവസ്ഥ ഇതൊക്കെ ആയതുകൊണ്ട് ഒക്കത്തില്ലെന്നറിയാം, എങ്കിലും വെള്ളവസ്ത്രമാ ദൈവ കുഞ്ഞുങ്ങൾക്ക് യോഗ്യത. ആട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഓരോ അധ്യായത്തിലും ഓരോ വിഷയങ്ങൾ പഠിച്ചു വരുന്ന ഒടുവിലത്തെ അധ്യായം 22, 21, 22 അധ്യായം ദൈവ കുഞ്ഞുങ്ങളുടെ നിത്യതയാണ്. കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെട്ട് ഒടുവിൽ 1000 ആണ്ട് വാഴ്ചയൊക്കെ കഴിഞ്ഞ് പുത്രശലീമേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവ കുഞ്ഞുങ്ങൾ അതിനകത്ത് പാർക്കും. 33.5 കോടി കൊല്ലം പാർക്കുമെന്നൊരു കണക്കുണ്ട്. ഒരു കണക്കാണ് 33.5 കോടി കൊല്ലം ഇതിനകത്ത് പാർക്ക് വന്ന. അത് കഴിക്കുമ്പോൾ നക്ഷത്രമണ്ഡലങ്ങളിലേക്ക് നമ്മളെ അയക്കുമെന്നൊക്കെ വ്യാഖ്യാനമുണ്ട്. അത് എടുക്കുന്നില്ല. എന്തായാലും കൊള്ളാം, യുഗായുഗം നാം കർത്താവിനോട് കൂടെ. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യമാണല്ലോ വായിച്ചത്. ഒരിക്കൽ കൂടി ആ വേറെ ഭാഗം വായിക്കാം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. യേശു ക്രിസ്തു സഭയോട് പറയുക, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ൽ വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നെന്ന് പറയുമ്പോൾ അതിനർത്ഥം കർത്താവ് സഭയുടെ വെളിയില. വെളിയിൽ നിൽക്കുന്ന കർത്താവ് മുട്ടുക, അകത്തോട്ട് കയറാൻ. ഈ 1-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു ക്രിസ്തു സഭയുടെ അകത്തുണ്ടായിരുന്നു. കാരണം പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാനെ നാട് കടത്തി. വായിച്ച 9-ാം അധ്യായം 9-ാം വാക്യം 1-9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഭാഗം നമുക്കറിയാം. യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചന നിമിത്തം യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഈ അതിനെപ്പറ്റി ഒരു ചരിത്രം പറയുന്നത്,
ഈ നാട് കടത്തിയെന്ന് പറഞ്ഞാൽ കൊണ്ടാക്കിയെന്നല്ല, അവന്റെ ചരിത്രം പറഞ്ഞത് ആദിമസഭയ്ക്ക് പീഡ തുടങ്ങാനുള്ള കാര്യം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തം സൗഖ്യമാക്കി അന്ന് മുതൽ വിടുതൽ പ്രശ്നം തുടങ്ങി. യവൻ സൗഖ്യമായി. യോഹന്നാനും പത്രോസും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഭിക്ഷ ചോദിച്ചു. വെള്ളിയ പൊന്ന് ഞങ്ങൾക്കില്ല, പക്ഷേ വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന വേറൊന്നുണ്ട്, അത് നസറയനാകുന്ന യേശു. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ ഉള്ളിൽ കയറി. ഈ സൗഖ്യമായവനെ തുള്ളിക്കണ്ട, അവൻ തുള്ളിക്കോളും. ഇപ്പൊ നിന്നങ്ങ് തുള്ളിപ്പിക്കുക, ശക്തിയോടെ സ്തുതിച്ചാട്ടെ, ഒരിക്കൽ കൂടി പോരെന്ന് ഇവനെങ്ങനെ അറിഞ്ഞു? സ്വർഗത്തിലെ ശബ്ദം അവൻ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ പറയാൻ പോലാണോ സ്വർഗത്തിലെ ശബ്ദം? പെരുവെള്ളത്തിന്റെ ചുമ്മാ ഓരോരോ വകുപ്പുകളാ. ഈ സൗഖ്യം പ്രാപിച്ചവനെ തുള്ളിക്കണ്ട, അവൻ തുള്ളിക്കോളും. ഈ സൗഖ്യം പ്രാപിച്ചവൻ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ലല്ലോ. നമുക്കറിയാം, കർത്താവ് ഒരിക്കല് ഈ കവർണ്ണഭൂമി ചെന്നു. അവിടെ ഒരു വീട്ടിൽ ചെന്നപ്പം വീട്ടിലിരിക്കാൻ ഇടയൊന്നുമില്ല, ഭയങ്കര ആളും തള്ളും. അപ്പോൾ 4 ആള് കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. അവിടെ ഒരു പദമുണ്ട്, അവരുടെ വിശ്വാസം. ഈ പക്ഷപാതക്കാരന്റെ വിശ്വാസമല്ല പറഞ്ഞേക്കുന്നത്. പിന്നെ അപ്പൊ അതിനെപ്പറ്റി ഒരു കഥ, ഒരു ചരിത്രം. ഒരുത്തൻ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ ആട്ടി പോകുന്നെന്നാ. അപ്പൊ ഇങ്ങനെ നീളത്തിലാട്ടി. അപ്പൊ ഒരാൾ ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ കണ്ടമാനം ആട്ടുന്നത്? ഞങ്ങളെല്ലാം ഒരു പരുവത്തിനാട്ടുന്നത് 10-40 കൊല്ലമായിട്ട്. അച്ഛൻ ഇങ്ങനെ കണ്ടമാനം? അപ്പൊ പുള്ളി പറഞ്ഞു, എൻ്റെ ബിജ, ഇത് വരണ്ട കൈയായിരുന്നു, നൊവരുകയിലായിരുന്നു. യേശു എന്ന് പേരുള്ള ഒരുത്തം എന്നോട് ദൈവാലയത ഞാൻ കൈ നീട്ടണമെന്ന് പറഞ്ഞു. ഞാൻ നീട്ടി, അന്ന് മുതൽ ആട്ടം തുടങ്ങിയെന്ന് പറഞ്ഞു. സൗഖ്യമായവന് മൗനമായിട്ട് അവനിങ്ങനെ ആട്ടും. മറ്റവനൊക്കെ ഒരു പരുവത്തിന് ആട്ടുന്നത്. 2 ആട്ടാട്ടി വെച്ച് പിന്നെ നമ്മൾ ടാറ്റ അടിച്ചിരിക്കത്തേ ഉള്ളു, മറ്റവനങ്ങ് ആട്ടുക. അപ്പൊ ഇവനിങ്ങനെ ആട്ടി വന്നപ്പം വേറൊരുത്തൻ ഇങ്ങനെ അടച്ചും തുറന്ന് നടക്കും. അപ്പൊ ഞങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് അടയ്ക്കുകയും വല്ലപ്പോഴും ഒന്ന് തുറക്കുകയും ചെയ്യും. ബ്രദർ ഇങ്ങനെ കൂടെ അടയ്ക്കുകയും. അപ്പൊ ഇവൻ പറഞ്ഞു, എൻ്റെ പൊട്ടക്കണ്ണായിരുന്നു, കാണാൻ മേലായിരുന്നു. യേശു എന്ന പേരുള്ളൊരുത്തം വന്ന് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണ് തൂത്തേച്ച് പറഞ്ഞു, ശിലോകംകുളത്ത് കൊണ്ട് കഴുകാൻ പറഞ്ഞു. ഞാൻ കഴുകി ടപ്പെന്നും പറഞ്ഞ് കണ്ണ് തുറന്നു. അത് പിന്നെ ഞാൻ അടയ്ക്കുകയും തുറക്കുകയും എല്ലാം ചെയ്യും. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാനും അങ്ങനെ. അപ്പൊ ഇവർ രണ്ടുകൂടെ ടീം പ്രവർത്തനം തുടങ്ങി. അപ്പൊ രണ്ടുപേരുടെ ട്രാക്റ്റും ഒക്കെ കൊടുത്ത് വന്ന പൊരുത്തൻ ഇങ്ങനെ മൊത്തം തൂത്തച്ച് തുള്ളി നടക്കുക. അപ്പൊ ചോദിച്ചു, ബ്രദറിനെങ്ങനെ തൂത്തച്ച് തുള്ളുന്ന? അപ്പൊ പറഞ്ഞു, അയ്യോ, ഇത് മുഴുവൻ കുഷ്ഠരോഗമായിരുന്നു. വീട്ടിൽ കയറ്റുകയിലായിരുന്നു, ആരും മിണ്ടത്തില്ല, ആരും സഹകരിക്കത്തില്ല. ഞാൻ പാളയത്തിന് വെളിയിൽ അശുദ്ധനെന്ന് പുലമ്പീരുന്ന കാലമുണ്ട്. ആർക്കും എന്നോട് മനസ്സില്ല, എല്ലാവരാലും വെറുക്കപ്പെട്ട് കിടന്നപ്പോൾ നമ്മുടെ കർത്താവാകുന്ന യേശു എന്ന് പറയുന്ന വ്യക്തി ഗിരിപ്രഭാഷം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ മലയുടെ ചരിവ് നിൽപ്പുണ്ടായിരുന്നു. വന്ന മൂച്ചിന് ഞാൻ പറഞ്ഞു, ഗുരു, നിനക്ക് എന്നോട് മനസ്സുണ്ട്, സൗഖ്യമാക്കണം. യേശു തൊട്ടു, അന്ന് സൗഖ്യമായി. അതിൽ പിന്നെ ഞാൻ തുള്ളിച്ചാടി നടക്കുകയാണ് പറഞ്ഞു. സ്തോത്രം. അപ്പൊ അവര് 3 പേരൂടെ നടന്നപ്പം വേറൊരുത്തൻ ഇങ്ങനെ ആട്ടം പിടിച്ച് വരുന്നു. എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് കേൾക്കാൻ മേലായിരുന്നു. യേശു വന്ന് വിരലിട്ടേച്ച് പറഞ്ഞു, തുറന്നു വരാൻ പറഞ്ഞു. അയ്യോ, ഇന്ന് 5 കിലോമീറ്റർ ദൂരെ പറഞ്ഞാലും കേൾക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവര് 4 പേര്, ഒരു കഥയാ അപ്പൊ ഇവര് പറഞ്ഞു, നമുക്കെന്നാ ഒരു ടീം പ്രവർത്തനം. ഈ 4 പേരും പ്രവർത്തിച്ചു വന്നപ്പോ ആരോ പറഞ്ഞു, നമ്മളെ സൗഖ്യമാക്കി യേശു കവർണ്ണഭൂമി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോകാം. അപ്പം ബോധമുള്ളൊരുത്തം പറഞ്ഞു, വെറുതെ എങ്ങനെയാ ചെല്ലുന്നത്? അതിനാ ദൈവാലയത്തിൽ ചെല്ലുമ്പം വെറും കൈയായിട്ട് ചെല്ലരുത്. അപ്പൊ പറഞ്ഞു, ദൈവാലയത്തിലല്ലോ. അല്ല, ദൈവാലയത്തെക്കാൾ വലിയവന്റെ എടുക്കല, വെറും കൈയായിട്ട് എങ്ങനെ? അപ്പൊ ഒരുത്തം ബുദ്ധിയോളം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇവിടെ അടുത്തൊരു പക്ഷപാതക്കാരൻ കിടപ്പുണ്ട്, നമുക്ക് അവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അവൻ സമ്മതിക്കുവോ? എന്തോ സമ്മതിക്കാനാ, കിടക്കില്ലയോ കട്ടിലോടെ? വിഷയമല്ല. ചില കേസൊക്കെ നമ്മൾ അങ്ങനെ എടുക്കുന്നതാ. അവന്റെ സമ്മതമൊന്നും വേണ്ട, കട്ടിലോട് എടുത്തിഞ്ഞ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കട്ടിലോട് ഇവിടെ ഇരിക്കണം. അപ്പം 4 പേരോട് ചെന്ന് പക്ഷപാതക്കാരൻ കട്ടിലേക്ക് കിടക്കുക. അപ്പൊ ഇവനെ കണ്ടു. അതായത് 4 പേര്, സ്തോത്രം, കട്ടിലിന് 4 കാലാന്നല്ലോ. അപ്പൊ അതിനൊരു ആശയം പറഞ്ഞേക്കുന്നത്, പക്ഷപാതക്കാരനെ കിടക്കുക. ഈ 4 പേര് ഒരേ കിളരെ വന്നാരും ചിന്തിക്കരുത്. എന്റെ ഭാവനയാ, ഒരുത്തൻ ഒരു 6 അടി, ഒരുത്തൻ 5.5, ഒരുത്തൻ 5.25, ഒരുത്തൻ 5. അപ്പൊ ഈ 4 പേര് 4 കാലയിൽ നിന്നപ്പം പക്ഷപാതക്കാരൻ കട്ടിലേക്ക് കിടക്കുക. അപ്പൊ നമ്മള് ഈ 6 അടി പൊക്കക്കാരനോട് പറഞ്ഞു, തങ്കച്ചായ, ജോർജ് കുട്ടിക്ക് പൊക്കം കുറവാന്നുള്ള കാര്യം നമുക്ക് അറിയാം. അതുകൊണ്ട് തങ്കച്ചാൻ്റെ കാര്യം ചെയ്യേ, കട്ടിലെ പിടിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങി കൊടുക്കണം ജോർജ് കുട്ടിയോടൊപ്പം. അപ്പൊ തങ്കച്ചൻ പറയാ, ഞാനങ്ങനെ ഒതുങ്ങത്തില്ല, ഞാൻ സാറപ്പച്ചന്റെ കാലം മുതൽ ഇങ്ങനെ നിൽക്കുന്നയാളാ, എന്നെ ഒതുക്കാനായിട്ട് ആരും. തങ്കച്ചൻ വേണേ കാലെ പിടിച്ചാൽ മതി, കണ്ണുപടച്ച് ഗ്ലോറി വിറ്ററി എന്ന് പറഞ്ഞ് കാലെ കയറി പിടിച്ചിരിക്കുക.
എന്നാൽ നമ്മൾ പുള്ളി ഒതുങ്ങുന്ന ആളല്ല. എന്നാൽ നമ്മൾ ഇപ്പോഴോട്ട് പറഞ്ഞ് ജോർജ് കുട്ടിയോട് പറഞ്ഞു, ജോർജ് കുട്ടി തങ്കച്ചാനെ നമുക്ക് പണ്ട് മുതലേ അറിയാം, പുള്ളി ഒരു പ്രകൃതക്കാരനാണ്. ജോർജ് കുട്ടി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പുള്ളിയെ കൊണ്ടുപോകണ്ടേ? ജോർജ് കുട്ടി ചെറിയ കിളന്നേര് എത്തിക്കുത്തി. പുള്ളി പറഞ്ഞു ഞാനങ്ങനെ കളരാനൊന്നും എന്നെ കൊണ്ട് ഒക്കത്തില്ല, വേണേ തങ്കച്ചൻ കാലെ പിടിച്ചാൽ മതി. തങ്കച്ചൻ കാലെ പിടിച്ചില്ലേ വേറെ ആൾ വന്ന്. ഇവരാരും ഒന്ന് കീഴ്പ്പെടാനും വിധേയപ്പെടാനും ഒതുങ്ങാനും ഒക്കാതെ എല്ലാവരും കണ്ണടച്ച് കാലെ പിടിച്ചിരിക്കുക. ഗ്ലോറി വിക്ടറി കാലുപരിന്നും പറഞ്ഞ് കട്ടിലുമായിട്ട് ഗവർണവ് ചെല്ലുമ്പോൾ കട്ടിലെ പക്ഷപാതക്കാരൻ കാണുകയില്ല, അവനെ കൊണ്ട് വേറെ ആൾ പോകും. അപ്പൊ ഞാനിത് പറഞ്ഞതെന്നു വെച്ചാൽ നമ്മളൊന്ന് വിധേയപ്പെട്ടാൽ, എളിമപ്പെട്ടാൽ, വിനയപ്പെട്ടാൽ ഇതിലുമൊക്കെ 10 ഇരട്ടി ആത്മാക്കളെ വീണ്ടും ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടി സൗഖ്യം പ്രാപിച്ചവർക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തും, അനേകരെ ഇതിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഈ സൗഖ്യം പ്രാപിച്ചവൻ തുള്ളിച്ചാടി ദൈവാലയത്തിന്റെ ഉള്ളിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പീഡ തുടങ്ങി. പത്രോസിനെ യോഹന്നാനെ പിടിച്ച് നടുവ് നിർത്തി ശാസിച്ചു, നാമത്തിൽ മിണ്ടരുത്, യേശുവിന്റെ നാമം ഉച്ചരിക്കരുത്. പീഡ ശക്തമായപ്പോൾ ദൈവസഭ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചു, വിവരിക്കുന്നില്ല. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന്, യാക്കോബിനെ വാള കൊണ്ട് വെട്ടിക്കൊന്ന്, പത്രോസിനെ കൊല്ലുവാൻ കാരാഗൃഹത്തിൽ 4 ചേവലുള്ള 4 കൂട്ടത്തിലേൽപ്പിച്ചു. സഭ പ്രാർത്ഥിച്ചു. എന്തിനേറെ ശക്തമായ പീഡ ദൈവസഭയ്ക്കെതിരെ അടിച്ചുവിട്ടു. നമുക്ക് ചരിത്രം പഠിക്കുന്നവർക്കറിയാം, വന്യമൃഗങ്ങൾക്ക് ഇരയാക്കി കൊടുത്തു, നിർത്തി കത്തിക്കാൻ തുടങ്ങി, ഗളച്ഛേദം നടത്തി, നാട് കടത്തി, അവൻ വളരെ പങ്കപ്പാടുകൾ പീഡകളിൽ കൂടി സഭ പോയ. ഇങ്ങനെയുള്ള ഈ കാനകളിൽ നമുക്കറിയാം യോഹന്നാനെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് വറുത്തു കോരാൻ. എണ്ണ തിളപ്പിച്ച് യോഹന്നാനെ അതിനകത്തിട്ട് മൂടി. ആ മൂടി കുറച്ചു കഴിഞ്ഞ് മാറ്റിയപ്പോൾ ഇട്ടതിനേക്കാളും മൂച്ചിലാ യോഹന്നാൻ ഇറങ്ങി വന്ന്. ഒരു കുഴപ്പവും വന്നില്ലെന്നുള്ളത്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരുവനുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നല്ലോ, 4ാമത് ഒരുവൻ അവരുടെ നടുവിൽ കൂടെ നടക്കുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇട്ടതിനേക്കാൾ മൂച്ചില യോഹന്നാൻ ഇറങ്ങി വന്ന. ഒരു കുഴപ്പവും വന്നില്ല. ഞാൻ മിക്കടത്തും പറയും, ഈ യോഹന്നാൻ അപ്പോസ്തലൻ ഏറെ നാള് കൊണ്ട് ചിന്തിക്കുക, ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം. കാരണം കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹിച്ചു. പക്ഷേ കാച്ചെണ്ണ മേടിക്കാൻ കാശൊന്നുമില്ലായിരുന്നു. ആരംഭ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർക്ക് കാച്ചെണ്ണയൊന്നും മേടിക്കാൻ കാശില്ല. തെളിവിന് 2 വാക്യം വായിച്ചോ, കാശും പുത്തനും ഒന്നും അധികം ഉള്ളവരല്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ടും, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11ന്റെ 23 മുതൽ താഴോട്ടും, ഫിലിപ്പിയ ലേഖനം 4-ന്റെ 10 മുതൽ താഴോട്ടും. വേഗത്തിലൊന്ന് വായിച്ചേര്. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനര്, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനകീനർ. അടുത്തത്, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ വിശന്ന് ദാഹിച്ച് ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ട് സ്ഥിരവാസം കൂടാതെ. ആരംഭ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളുടെ രീതികളുമാണ്. വിശന്ന് ദാഹിച്ച് ഉടുപ്പാനില്ലാതെ. ഇന്നത്തെ വലിയ വലിയ അപ്പോസ്തലന്മാരുടെ ഉടുപ്പ് കൊണ്ട് പണയം വെച്ചാൽ 4 ലക്ഷം രൂപ കിട്ടും. ആ സമയമാകുമ്പോൾ അകത്തു നിന്നുള്ള വരവൊക്കെ കാണണം. അതെല്ലാം കൂടി ഇട്ടൊരുങ്ങിയുള്ള വരവ്, അത് കൊതുകാല് വെച്ച് കമത്തിട്ടേച്ച് അതെല്ലാം കൂടി ഊരിക്കൊണ്ട് കൊടുത്താൽ ഒരു 3-4 ലക്ഷം രൂപ. കാരണം അതുപോലത്തെ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തായി ഇറങ്ങി വരുന്നത്. ആരംഭ നൂറ്റാണ്ടല്ലേ അപ്പോസ്തലന്മാർക്ക് ഭൗതികമായി വലിയ മെച്ചമൊന്നുമില്ല, പക്ഷെ ദൈവകൃപയുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാൻ ആഗ്രഹം വന്നെങ്കിൽ എണ്ണ മേടിക്കാൻ കാശില്ല, വിസ്തരിക്കുന്നില്ല. അതുകൊണ്ട് നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റും. ഒരല്പ എണ്ണ കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹിച്ച് കൊടുത്തപ്പോൾ ഒരു ചെമ്പ് നിറച്ച് എണ്ണ കാച്ചിട്ടിരിക്കുക. അതിനകത്തിട്ട് ഒരു കുഴപ്പവും വന്നില്ല. പുള്ളി വെളിയിരിഞ്ഞു വന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി കാച്ചെണ്ണയ്ക്കകത്തും തീക്കകത്തിട്ട് ചാകത്തില്ല. അതിനൊരു ചരിത്രം പറഞ്ഞത്, ഒരു പടക് കൊണ്ടുവന്ന് പടകിനകത്ത് യോഹന്നാനെ പിടിച്ച് കെട്ടിക്കിടത്തി ഗവൺമെന്റ് ഗേറ്റ് കൊട്ടി അടച്ചിട്ട് പടയാളികൾ ചേർന്ന് ഈ തീരത്ത് വന്ന് പടകിനകത്ത് കയ്യും കാലും കെട്ടിക്കിടക്കുന്ന യോഹന്നാന്റെ പടകോടുകൂടി വള്ളത്തെ വെള്ളത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ പടയാളി കുന്തം കൊണ്ട് പള്ളക്ക് കുത്തിയെന്ന. അപ്പൊ അതിന്റെ ചിന്ത, ഈ പള്ളക്ക് കുത്തിയപ്പോൾ സുഷിരം വീണു. സുഷിരത്തിനകത്തൂടെ വെള്ളം വള്ളത്തിനകത്ത് കയറി ആള് തീർന്നോളും എന്ന് ചിന്തിച്ച് തള്ളിവിട്ടെങ്കിലും യോഹന്നാന് വള്ളവും വെള്ളവും ഒന്നും വിഷയമല്ല. കാരണം താൻ ആരാധിക്കുന്ന സേവിക്കുന്ന തന്റെ കർത്താവ് വെള്ളത്തിന്റെ മീതെ നടന്നു വന്നവനാ. പ്രൈസ് ദി ലോർഡ്. തന്നെയല്ല, കടല് ശാന്തമായത് കാറ്റടങ്ങിയത് യോഹന്നാൻ കണ്ണാലെ കണ്ടവനാ.
ഒരു സന്ധ്യയ്ക്ക് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്തിനാ പോകുന്നത്. യേശുവിനറിയാം അക്കരയ്ക്ക് പോകുന്നത് എന്തിനാണ്. നമുക്ക് ആ ഭാഗം അറിയാമല്ലോ. ഒടുവിൽ തിരമാലകൾ ഉയർന്ന്, കാറ്റ് ശക്തമായി, തിരമാലകൾ ഉയർന്ന് പടക് ആടികുലഞ്ഞ് മുങ്ങുമെന്ന് അവൻ തോന്നിയപ്പോൾ യേശുവിനെ ഉണർത്തി കർത്താവ് കാറ്റിനെ ശാസിച്ചു, കടലെ അടങ്ങുക എന്ന് കൽപ്പിച്ചു. അത് കണ്ണാലെ കണ്ടവനായോ. അതുകൊണ്ട് വെള്ളവും വള്ളവും ഒന്നും യോഹന്നാന് വിഷയമല്ല. എന്തിനാണ് ചരിത്രം പറഞ്ഞത്? കാറ്റ് ദിശ മാറി അടിച്ച് യോഹന്നാനെ പത്മോസിൽ കൊണ്ട് കയറ്റി. അങ്ങനെ യോഹന്നാൻ പത്മോസിൽ ചെന്നു. എന്തിനേറെ കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. 10-ാം വാക്യം 10 വെളിപ്പാട് പുസ്തകം 1:10. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ശബ്ദം എന്റെ പുറകിൽ കേട്ടു. ശ്രദ്ധിക്കുക, കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി. ഞാൻ മിക്കപ്പോഴും പറയും ഈ ആത്മാവിന്റെ വിവശതയും അവശതയുണ്ട്. ഇപ്പൊ പലയിടത്തും നടക്കുന്നത് അവശതയാ. പക്ഷെ യോഹന്നാൻ ഉണ്ടായത് വിവശത. അവശത വേറെ, വിവശത വേറെ. ഈ മലയാള നാട്ടിൽ നിന്നാണ് നമ്മൾ വന്നത്. മലയാള ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ അർത്ഥവ്യത്യാസം കുറിക്കുക. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, അർത്ഥവ്യത്യാസം കുറിക്കുക. നമ്മൾ പഠിച്ചതാ. പരിണാമം, പരിമാണം, അളി, ആളി. പഠിച്ചല്ലയോ? ഓ പഠിച്ചതാ. പരിമാണം, പരിണാമം, അളി, ആളി. അളി എന്ന് പറഞ്ഞ വണ്ട്, ആളി തോഴി. അതാണ്. പിന്നെ അതാ ആഴി, അളി, ആഴി സമുദ്രം, ആളി, അളി വണ്ട്. അളിമുള്ളി മരന്തമുണ്ടിതാകളിയാടുന്നത് പൂക്കൾ തോറുമേ ചലതളി ജങ്കാരം ചെവികളിൽ അങ്കാരം. നമ്മൾ പഠിച്ചതാ. ആളിമാരോടിങ്ങനിരുതപൂർവം. അപ്പൊ അളി വണ്ട്, ആളി തോഴി. പരിണാമം മാറ്റം, പരിമാണം അളവ് എന്ന് പറഞ്ഞ പോലെ വിവശത വേറെ, അവശത വേറെ. ഞാൻ മിക്കപ്പോഴും പറയും പോത്ത് വേറെ, പോത്തം വേറെ, ചാക്ക് വേറെ, ചാക്കോ വേറെ, മേരി വേറെ, മൂരി വേറെ. ഈ മേരിയാന്നും പറഞ്ഞ് മൂരിയുടെ മുന്നിലും ചെല്ലരുത്, മൂരിയാന്നും പറഞ്ഞ് കേൾക്കുമ്പോ ഒരുപോലെ തോന്നും. മേരി മൂരി രണ്ടും രണ്ടാ എന്ന് പറഞ്ഞ പോലെ വിവശത വേറെ, അവശത. യോഹന്നാൻ ഉണ്ടായത് വിവശത. ഇപ്പൊ പലയിടത്തും നടക്കുന്നത് അവശതയാ. അവശതയാ. പൊത്തോന്നല്ലേ വീടുന്നേ, നേരെ നിൽക്കുന്നതിനെല്ലാം പടപെട്ട്. ഇന്നാളൊരുത്ത എന്നെ എനിക്കിതൊന്നും ഇല്ല, ഈ വാട്സപ്പോ അതൊന്നും ഇല്ല. ഒരു തന്നെ കാണിച്ചു, അച്ഛാ ഇത് കാണാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഒരു താടിക്കാരനാ നിൽക്കുന്നതിനെല്ലാം തള്ളിയിടുക. അവനങ്ങ് തള്ളിയിട്ടത്. അവൻ വരുന്നതിന് മുന്നേ 3 അങ്ങ് പറന്ന്. അവൻ തൊടുക പോലെ അവൻ വരുന്നെന്ന് കണ്ടപ്പോഴേ ഈ 10, 20, 10, 60, 80 കിലോ ഉള്ള പെണ്ണുങ്ങളൊക്കെ താഴെ പോയ അവശത ഉണ്ടാകാതിരിക്കുമോ? പടോന്ന് വീണ് പൊത്തോന്നങ്ങ് വീടുകാന്ന്. അവസാനം അവശതപ്പെട്ട എഴുന്നേറ്റുള്ള വരവൊന്ന് കാണണം. പടോന്ന് വീണ്. ഇപ്പൊ പിന്നെ താങ്ങാൻ ആളുണ്ട്, താങ്ങി കിടത്തുന്നിടവും ഉണ്ട്. പടോന്ന് വീണ്. മെയിൻ പാസ്റ്റർ പറഞ്ഞ് അനക്കണ്ട കിടന്നോട്ടെന്ന് പറഞ്ഞു. വിവശതയാ. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തെളിച്ചപ്പോ ആരുമില്ല. അവരെല്ലാം 8ന്റെ വണ്ടിക്ക് പോയി. ഇതെവിടെ കിടക്കുക. പിന്നെ എവിടെ മാപ്പിള പോയില്ല, കാരണം ഇട്ടേച്ച് പോകാൻ ഒക്കത്തില്ല. എവിടെയും കൊണ്ട് തന്നെ. നാട്ടിലൊക്കെ ഞാൻ പറയും ഓട്ടോക്കാരനുമുണ്ട്, അവന്റെ കാശ് കൊടുക്കാറാ വീടാൻ ഇങ്ങോട്ട് കയറിയത്. അവനും വെളിയിൽ കിടപ്പുണ്ട്. പിന്നെ ആ ഉരുണ്ട് വീണേച്ചാ എഴുന്നേറ്റുള്ള പോക്കൊക്കെ ഒന്ന് എന്തോ ഒരു അവശതയാണെന്നറിയാം. പിന്നെ എപ്പോഴോന്ന് വീണതല്ലയോ. വീണപ്പം കൈ അങ്ങ് ഉളുക്കി, മുടി അങ്ങ് അഴിഞ്ഞു പോയി. ഒരു കൈ അനക്കാൻ മേല, പിന്നെ ഒരു കൈ കൊണ്ട് മുടിയൊക്കെ ഒന്ന്. പണ്ട് ഉമാകേരളത്തിലെ ഉള്ളൂര് പറഞ്ഞു, ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അടിഞ്ഞ വാർപ്പും കിടലൊന്ന് ഒതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു കൈ ഉളുക്കി, പിന്നെ ഒരു കൈ കൊണ്ട് അതെല്ലാം കൂടെ അതിന്റെ അവസരപ്പെട്ട ആ വരവൊക്കെ ഒന്ന് കാണും. എന്നെ പറഞ്ഞ എന്താ വരും, എന്റെ ബാഗ് എവിടെ എങ്ങാനും കാണും. അതിനുടനെ ബാഗ് എടുക്കാൻ പോയി. ഇല്ല പുതിയ ബാഗ് മേടിച്ചു കൊടുക്കണം. അതെടുത്തോണ്ട് വന്നാൽ പറഞ്ഞ് എന്റെ വാച്ച് എവിടെ എങ്ങാനും കാണും. നിനക്ക് മിണ്ടാൻ മേലെ. അവശതയായി പോയെന്ന് പിന്നെ അവൻ മാച്ച് തപ്പി, അവിടെ കണ്ട് തപ്പി മാച്ച് കിട്ടി. മാച്ച് എടുത്തോണ്ട് എന്റെ ഷാൾ അവിടെ എങ്ങാനും കാണും.
എല്ലാം പോയെന്ന് എന്നാ ചാളെടുക്കാൻ പോയി. യവൻ പിന്നെ ഈ ആനക്കാരനെ പോലെ പുറകെ അങ്ങ്, നിങ്ങളുടെ നാട്ടിലൊക്കെ ആനക്കാരനെ കണ്ടില്ലേ? ആന ഇങ്ങനെ പോകും, കരിമ്പ് കൊണ്ടുവാ, പനപ്പട്ട കൊണ്ടുവാ, ഓലമടൽ കൊണ്ടുവാ എന്ന് പറഞ്ഞ് ആന ഇങ്ങനെ, ആനക്കാരൻ ആ കമ്പം പിടിച്ചോണ്ട് പുറകെ ആന നിൽക്കുമ്പോ ആനക്കാരൻ നിൽക്കും. എല്ലാവരുടെയും കാര്യമല്ല ഈ പറ, നിങ്ങൾ എന്നെ തുറച്ചു നോക്കാതെ. പണ്ടേ ശൂന്യകാലത്ത് പറഞ്ഞ പോലെ എനിക്ക് ഇരുനിറം പറ്റിയിരിക്കാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറച്ചു നോക്കാം. നമ്മള് ദൈവമക്കളല്ലയോ? ആവർത്തനത്തിൽ വാക്യമുണ്ട്, വഴിയിൽ അവനുമായിട്ട് വിഘടിക്കരുതെന്ന. നമ്മൾ വിഘടിക്കരുത്, യോജിച്ചു പോകണം. പിന്നെ അവസാനം ആവശ്യപ്പെട്ട ഇടുന്നിട്ടുള്ള വരവും ഓട്ടോയിലോട്ട് കൊണ്ട് അങ്ങ് ഇടുക. വൈ അപ്പൊ കൂടെ തുള്ളിയ തങ്കമ്മ ചോദിച്ചു, നാളെ വരുമോ? വൈകിട്ടത്തെ യോഗത്തിന് കാണുമോ? അവശത. അപ്പൊ ഇന്ന് പലയിടത്തും നടക്കുന്നത് അവശത, യോഹന്നാൻ ഉണ്ടായത് വിവശത. ഒന്നുകൂടെ വായിച്ചേ. കർത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എന്ന 7 സഭകൾക്കും അയക്കുക എന്നതിനെ കേരളത്തിനൊത്ത് ഒരു മഹാനാദം എന്റെ പുറകിൽ എന്റെ പിൻപിൽ കേട്ടു. ശ്രദ്ധിക്കുക, ഞാൻ ആത്മവിവശതയ്ക്കെതിരല്ല. ആത്മാവിന്റെ വിവശത വന്നിട്ടുണ്ട്, വരികയും ചെയ്യും, ഇനിയും വരും. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന കോക്കാമ്പീച്ചല്ല. ആത്മാവിന്റെ വിവശത വന്നാൽ കാണും, കേൾക്കും, ഓർക്കും, അറിയും, എഴുതും, പറയും, സുബോധമുണ്ട്. തന്നെയല്ല, ആത്മാവിന്റെ വിവശത വന്നിടത്തെല്ലാം കവിണ്ണല്ലയോ വീണത്? യോഹന്നാൻ കവിണ്ണ് വീണു, യഹസ്കേൽ കവിണ്ണ് വീണു, ദാനിയേൽ കവിണ്ണ്, വ്യാജി പിടിച്ച ഗോലിയാത്ത് വരെ കവിണ്ണാ വീണത്. ഇപ്പം വീഴുന്നതോ? അതുകൊണ്ടാണ് ഇത് യോജിക്കാൻ പറ്റാത്തത്. വീഴുന്നതിന് ഞാനിതിൽ വീണിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടിൽ അനുഭവം പഠിച്ച വീണതെല്ലാം കവിണ്ണ. ഇപ്പം വീഴുന്നത് മലന്നാ വീഴുന്നത്. ഈ കവിണ്ണ് വീഴുക എന്ന് പറഞ്ഞാൽ ഭക്തി, ആരാധന, ഭയം, ബഹുമാനം, ആദരവ് ഇതൊക്കെ വർദ്ധിക്കുമ്പോ കവിണ്ണ് വീഴും. ഹൈന്ദവ സ്നേഹിതന്മാരെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കവിണ്ണ് സാഷ്ടാംഗം വീഴും. ഭക്തിയും ഭയവും വർദ്ധിക്കുമ്പം ദൈവസന്നിധിയിൽ അങ്ങനെ കവിണ്ണ് വീഴുക പതിവാ, സാധാരണമാ. ഇപ്പം വീഴുന്നതെല്ലാം മലന്ന. അത് കുഴപ്പമാ. ഇപ്പൊ ഉദാഹരണമാ ഞാനിപ്പം പറയുക, ഇപ്പൊ ഇവിടുത്തെ രാജ്ഞി ഇവിടെ വരിക. രാജ്ഞി ഇവിടെ വന്നേച്ച് രാജ്ഞിയെ നമ്മൾ യഥോചിതം സ്വീകരിച്ച് ഇവിടെ കൊണ്ടിരുത്തി ഉടനെ നമ്മൾ എല്ലാവരും രാജ്ഞിയെ കാണാൻ വന്ന് കവിണ്ണ് വീഴുക എന്ന് വിചാരിക്കുക. ആരാധനയും ഭക്തിയും ബഹുമാനവും ആദരവും ഒക്കെ വർദ്ധിക്കുമ്പോൾ ചിലർ കവിണ്ണ് വീഴും. അങ്ങനെ വരുന്നവര് കവിണ്ണ് വീഴുമ്പം നമ്മുടെ കൂട്ടത്തിലുള്ള എന്റെ രാജ്ഞി എന്നും പറഞ്ഞ് നേരെ പുറകോട്ട് വീണാലോ, അവര് പറയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറയും. എന്നെ കാണാൻ വന്ന ചായി മലന്ന് കിടക്കുന്നത്. കവിണ്ണാണ്, കുഴപ്പമില്ല. അവട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി അത്രയും പറഞ്ഞതുകൊണ്ട് അവൻ ആത്മാവിന്റെ വിവശത നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ കാണുന്ന രീതിയല്ല. ഏതായാലും യോഹന്നാൻ കർത്ത ദിവസത്തിൽ ആത്മവിവശനായി. നീ കാണുന്നത് പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്ക് അയക്കുക എന്ന് കാഹളനാദത്തിനൊരു ശബ്ദം എന്റെ പിറകിൽ കേട്ടു. അടുത്ത വാക്യം, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോ ഈ നാദത്തിന്റെ പ്രത്യേകത കാണാൻ പറ്റുന്ന നാദമാ, കാണാൻ കൊള്ളാവുന്ന നാദമാ. ആദിനാദം, ആദി ശബ്ദം, ആദ്യ സ്വരം, ആദ്യാക്ഷരം, അല്ലെങ്കിൽ ആദി ശബ്ദം, ആരംഭ ശബ്ദം. ഹൈന്ദവര് പറഞ്ഞാൽ ഓംകാരം എന്ന് പറയും. ആദിനാദം പണ്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോ ചൊല്ലാറുണ്ട്, ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പര ആചാര്യ രൂപഹരി. പണ്ട് ചൊല്ലുന്നതാ. ഒന്നായ നിന്നെ ഇക രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ ഭേദമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാകയെങ്കലിക. അപ്പൊ ആദ്യ ശബ്ദം ഓംകാരം, ആദിനാദം. ആദ്യ ശബ്ദം ഏതാന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു. താൻ തിരിഞ്ഞപ്പോൾ കണ്ടത്, തന്റെ പിറകിൽ കേട്ട ശബ്ദം കാണാൻ തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച. 13-ാം വാക്യം, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെ നിലവിളക്കുകളുടെ നടുവിൽ പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. പിന്നെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മുതുക്കം വന്നിരിക്കുന്നല്ല, അവൻ നിത്യനാ. തലമുടിയെല്ലാം വെളുത്ത് പഞ്ഞി പോലെ ഹിമം പോലെ വെളുത്തെന്ന് പറഞ്ഞാൽ പരുവക്കേട് പിടിച്ചിട്ട് വല്യപ്പം വന്നിരിക്കുന്നല്ല. നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനാ. ഞാൻ എപ്പോഴും പറയും, അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു നിത്യനായ ദൈവമാ.
ഈ കാണുന്ന സകല ജരാചരങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിനാടത്തെയും നിർമ്മിച്ചവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവനുളവാക്കി അവനായിട്ട് ഉളവായി. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവമാണ്. അതാണ് നമ്മുടെ ദൈവത്തിന്റെ വഴക്കത്തെ പറ്റി സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെ ഈ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു നിത്യനായ ദൈവം. അപ്പൊ താൻ പുറകോട്ട് തിരിഞ്ഞപ്പോ കണ്ടത് 7 പൊന്നില വിളക്കട നടുവിൽ മലയങ്ക് ധരിച്ച് മാറത്ത് പൊൻകച്ച് കിട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ട്. എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന നാദമാ ക്രിസ്തു. കാണാൻ കൊള്ളാവുന്ന ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഊനമില്ലാത്ത, പാപമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത, യാതൊരു ദോഷമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. കണ്ടാ നമ്മൾ കണ്ണ് പറക്കുകയല്ല. ചിലരെയൊക്കെ കണ്ടാൽ നമുക്ക് പേടി വരും. ആ വഴിയിലുള്ള ഇരിപ്പും വായിക്കാത്തൊരു ബൾബും, മനസ്സിലാകുന്നുണ്ടല്ലോ. 5-ാം പനി വന്ന് പോകും. കർത്താവിനെ കണ്ടാൽ കണ്ണ് പറിക്കുകയല്ല. കാരണം 1000-ങ്ങളിൽ സുന്ദരനാ. ശൂന്യക്കാരത്തി പറഞ്ഞു, എന്റെ പ്രിയനോ വെണ്മയും ചുമപ്പുകൊള്ളവൻ, അവൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാ. അതുകൊണ്ടല്ലേ നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത്, പള്ളിയിലിരുന്ന എല്ലാവരുടെ കണ്ണ് സ്തോത്രം. ഈ പുരുഷ ലക്ഷണമുണ്ട്. പണ്ട് കവി പറഞ്ഞു, പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. പുരുഷ ലക്ഷണമാ, പുരുഷന്റെ ലക്ഷണം. പ്രസാദം വദനത്തിങ്കൽ. കറുത്തൊക്കെ ആയിരിക്കുന്നെങ്കിലും മുഖത്ത് പ്രസാദം വേണം. ഇത് കഷായം കുടിച്ച പോലെ യോഗത്തിന് വന്നിരിക്കുന്നത്. കൈപ്പുള്ള കഷായം കുടിച്ചാൽ മുഖത്തൊരു ഷെയ്പ്പ് കേടുണ്ട്. ഒന്നാമത് എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഷെയ്പ്പ് ഇല്ല. അപ്പൊ ഉള്ള ഷെയ്പ്പിൽ സന്തോഷത്തോടെ ഇരുന്നോണം. അപ്പം പുരുഷ ലക്ഷണമാ. പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിൽ. നോട്ടത്തിൽ കരുണ വേണം. കടുവ നോക്കും പോലെ പിള്ളേരെ നോക്കിയാൽ പിള്ളേര് തത്തിക്കും. പണ്ടത്തെ കാലമല്ല. അപ്പൊ പ്രസാദം വദനത്തിങ്കൽ കാരുണ്യം ദർശനത്തിൽ മാധുര്യം വാക്കിനകത്ത് മധുരമ വേണം. അതല്ലയോ വായിക്കുന്നത്, പള്ളിയിരുന്ന എല്ലാവരുടെയും കണ്ണ് അവന്റെ മേൽ, അവന്റെ വായിന്ന് വരുന്നത് ലാവണ്യവാക്കും. സാക്ഷാൽ പുരുഷൻ, ഏക പുരുഷൻ, നിസ്തുല്യനായ പുരുഷൻ, യോഗ്യനായ പുരുഷൻ, അത് യേശു ക്രിസ്തു മാത്രമാണ്. യാതൊരു കളങ്കമില്ലാത്തവനാ. അപ്പം ഈ പുരുഷ ലക്ഷണം. പിന്നെ സ്ത്രീക്ക് ലക്ഷണമുണ്ട്. നീതിസാരം അങ്ങനെ പഠിപ്പിക്കുന്നത്. ചീത്ത സ്ത്രീകളുമുണ്ട്, നല്ല സ്ത്രീകളുമുണ്ട്. വിവാദശീലാം സ്വയമർത്ഥജോരിണി പരാനുകൂലാം പതിദോഷ പാക്ഷണി അഗ്രേ ഗൃഹ അന്യഗൃഹ പ്രവേശിനി എന്നാ. അങ്ങനെയുള്ള സ്ത്രീകൾ 10 പുത്രന്മാരുണ്ടെങ്കിലും തട്ടിക്കളയാനാ നമുക്കല്ല നീതിസാരം. വിവാദശീലാം എന്നും മഴക്കൊണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്. തൊടുന്നതിനും പിടിക്കുന്നതിനും. ഞങ്ങൾക്കൊരു പാപ്പച്ചുണ്ടായിരുന്നു. പാപ്പച്ചന്റെ ഭാര്യ മരിച്ചപ്പോൾ ഞാനും ചെന്നു. 2 വാക്ക് പറഞ്ഞ് ചെറിഞ്ഞപ്പോൾ എൻ്റെ പുറത്തൊരാൾ തട്ടി. തിരിഞ്ഞപ്പോൾ പാപ്പച്ചനാ. അപ്പം ഞാൻ പറഞ്ഞു, ചോദിച്ചാ വേർപാടും ദുഃഖമൊക്കെ വരും, ദൈവം നമുക്ക് ധൈര്യവും കൃപയും നല്ല പ്രാർത്ഥിക്കാൻ, ധൈര്യപ്പെടും. അപ്പം പാച്ചൻ പറഞ്ഞ്, ആ ടനീഷ അവളും സ്വസ്ഥമായി, ഞാനും സ്വസ്ഥമായി എന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. എന്നോട് പറഞ്ഞു, അവളും സ്വസ്ഥമായി. ഞാൻ കാരണം ഈ സ്ത്രീ ബഹളക്കാരിയാ. പുള്ളി സുവിശേഷ വേലക്കാരനാ. എപ്പോൾ വന്നാലും ഇവർ ഒന്ന് പറഞ്ഞ് 2 വഴക്കുണ്ടാക്കും. പുള്ളി ഒന്നും മിണ്ടുകയല്ല, ശാന്തമായിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവരങ്ങ് മുതലാക്കി. എന്നും അങ്ങ് അലോഗ്യമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എലിപ്പനി വന്ന് ചെയ്യാത്തത്. അത് ആ പാപ്പച്ചൻ പറഞ്ഞു, അവളും സ്വസ്ഥമായി. എന്നും വഴക്കുണ്ടാകും. വിവാദശീലം, സ്വയം അർത്ഥചോരണി, സ്വന്തം പണം ചോർത്തും. പരാനുകൂലം, മറ്റുള്ളവർക്ക് അനുകൂലം പറയും. പതിദോഷ പാക്ഷിണി, സ്വന്തം ഭർത്താവിന്റെ കുറ്റവും പറയും, മറ്റുള്ളവർക്ക് അനുകൂലം പറയും. അതിനൊക്കെ കൊള്ളുകാലം നാം നീതിസാരത്തിൽ നല്ല സ്ത്രീകളെ പറ്റിയുണ്ട്. കാര്യേഷ മന്ത്രി, കരണേഷു ദാസി, വീരേഷ പുത്രി, ക്ഷമയാദരിത്രി, രോഗേഷ മാത, ശൈനേഷു വൈശാഖ്, കർമ്മനാരി, കുലധർമ്മ ഭക്തി. വിസ്തരിക്കുന്നില്ല. അപ്പോൾ യോഗ്യനായ പുരുഷൻ, ശ്രേഷ്ഠതയുള്ള പുരുഷൻ, ഊനമില്ലാത്ത പുരുഷൻ, കാണാൻ കൊള്ളാവുന്ന ഒരു പുരുഷൻ, ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുവാ. താൻ തിരിഞ്ഞപ്പോൾ കണ്ടത് 7 പൊന്നിരവിളക്കട നടുവിൽ നിലയങ്ക് ധരിച്ചു കൊണ്ടുവരാൻ നിൽക്കുന്നു. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. മാറത്ത് പൊൻകച്ച് കിട്ടിയവനായി, ചുട്ട് പഠിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പ്രാണമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ചവനായി ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കണം. അദർശനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി സൗഖ്യമാക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നിന്റെ വിഷയങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ ഇന്ന് രാത്രി യേശു ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. ഓടിച്ച് മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ കർത്താവ് സഭയുടെ നടുക്കുന്ന, കാരണം 7 നിലവിളക്കുകളുടെ
നടുവിൽ. നിലവിളക്ക് ഏതാന്ന് 20-ാം വാക്യത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, അവിടെ തന്നെ വ്യാഖ്യാനമുണ്ട്. 20-ാം വാക്യം. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും 20-ാം വാക്യം. എന്റെ വലങ്കയിൽ എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ 7 ദൂതന്മാരാകുന്നു. സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 നിലവിളക്ക് 7 സഭകളാ. 7 സഭകളാ. ശ്രദ്ധിക്കുക, 7 നിലവിളക്ക് 7 സഭ. 7 സഭ. അപ്പൊ നിലവിളക്കളുടെ നടുവിൽ കർത്താവ് നിൽക്കുന്ന, അങ്ങനെയാണ് സഭയുടെ നടുക്ക്. കിഴക്കല്ല. നാട്ടിലൊക്കെ ചില സമുദായക്കാരോട് അവറാച്ച പ്രാർത്ഥിക്കാൻ പറയാം, ആട്ടുപദേശി പ്രാർത്ഥിക്കാം, പിടിച്ചെടുത്തിരി. കിഴക്കല്ല, വടക്കല്ല, തെക്കല്ല, പടിഞ്ഞാറുമല്ല, കർത്താവ് നമ്മുടെ നടുക്ക. 2-3 പേരെന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ കിഴക്ക് വരാന്നല്ല, പിന്നെയോ നടുക്ക് വരാന്ന. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണം. ഇന്ന് രാത്രി ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. പിന്നെ വേറൊരു വ്യാഖ്യാനം, സങ്കീർത്തനത്തിൽ കിഴക്കും തെക്കും പടിഞ്ഞാറുമല്ല, വടക്കിനെ പരാമർശിച്ചിട്ടില്ല. കാരണം വടക്കെന്നൊരു വ്യാഖ്യാനമുണ്ട്, അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഉത്തരദിക്കിന്റെ സമാഗമ പർവ്വതത്തിന്മേൽ എന്നൊക്കെ വ്യാഖ്യാനമുണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്തായാലും കർത്താവ് നമ്മുടെ നടുക്ക് വെളിപ്പെടുന്നവനാ. അതുകൊണ്ട് കിഴക്കോട്ട് നോക്കി ഇനി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ച അബദ്ധമല്ല, ഒത്തിരി അബദ്ധം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി പ്രാർത്ഥിക്കരുത്, കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഏത് സ്ഥലത്തോട്ട് വേണമെങ്കിലും തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി യേശു നടുക്കുണ്ട്. അപ്പോൾ 7 നിലവിളക്കേണ്ട നടുവിൽ. അപ്പോൾ 1-ാം അധ്യായത്തിൽ കർത്താവ് സഭയുടെ നടുക്ക്. ഇനി നടുക്ക് വെറുതെ നിൽക്കുകയല്ല, അവൻ ജീവനുള്ള ദൈവമാണ്. സഭയുടെ നടുക്ക് എന്തോ എടുക്കുക? 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം എത്രയേ ഉള്ളൂ. നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്. വെറും ഒരു സ്റ്റാച്ചു അല്ല ക്രിസ്തു, അവൻ ജീവനുള്ള ദൈവം. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്തോ രൂപക്കൂട്ടിലോ പ്രത്യേക ഇടത്ത് കർത്താവിനെ കൊണ്ട് നിർത്തരുത്. അവൻ ജീവനുള്ള ദൈവമാ. ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ കൊണ്ട് നടക്കുക. അതെ, മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ സഭയുടെ നടുക്ക് കർത്താവുണ്ട്. 2-ാം അധ്യായം വരുമ്പോൾ ആ നടുവിൽ കൊണ്ട് നടക്കുന്നുണ്ട് ജീവനുള്ള ക്രിസ്തു. അങ്ങനെ നടന്ന് ലവോദിക്കായുടെ കാലം വന്നപ്പോ കർത്താവ് നടുക്കുമില്ല, നടുവിലുമില്ല, പുറകിലുമില്ല, പുറത്ത് നിന്ന് മുട്ടുക. എന്താ? അകത്തോട്ട് കയറാൻ. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഓടിച്ച ഭാഗം വിടാൻ. കർത്താവ് പുറത്തു പോകാൻ പല കാരണമുണ്ട്. 1-2 കാര്യങ്ങൾ വാക്യം മാത്രം പറഞ്ഞു പോകാൻ വ്യാഖ്യാനിക്കാൻ നേരമില്ല. യേശു ക്രിസ്തു സഭയുടെ വെളിയിൽ പോകാൻ 1-ാമത്തെ കാര്യം, 7 സഭയും കൂടെ ചേർത്ത് പഠിക്കാം. 7-ാമത്തെ സഭയുടെ വെളിയിലാണല്ലോ കർത്താവ്. അപ്പൊ 7 സഭയും കൂടെ ചേർത്ത് യേശു ക്രിസ്തു സഭയുടെ വെളിയിൽ പോകാൻ 1-ാമത്തെ കാര്യം, ആദ്യ സ്നേഹം വിട്ടുപോകുന്നൊരു കുറ്റമുണ്ട്. ആദിമകാലത്തെ സ്നേഹവും പ്രതിഷ്ഠയും പ്രതിഷ്ഠാജീവിതവും ത്യാഗജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ അനേകരുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടാൽ കർത്താവ് അകത്ത് കാണത്തില്ല, വെളിയിൽ പോകും. ഇന്ന് രാത്രി യേശു അകത്തോട്ട് വരണമെങ്കിൽ സഭ, പ്രിയപ്പെട്ടവർ, ആദ്യ സ്നേഹത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരണം. ആദ്യ നാളിലെ പ്രതിഷ്ഠയിലേക്ക്, തീരുമാനത്തിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരണം. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രതിഷ്ഠാജീവിതമാണ്. സ്തോത്രം. നമുക്ക് പ്രതിഷ്ഠാ ജീവിതമായ യോഗത്തിന് വന്ന് പ്രതിഷ്ഠ ഇരിക്കുമ്പോഴായിരിക്കുന്ന ഒരു സ്തോത്രം പോലും പറയുകയല്ല. നമ്മൾ പറയല്ലേ, പുള്ളി അനങ്ങുന്നില്ലല്ലോ, പ്രതിഷ്ഠയാ. അല്ല, പുള്ളിയുടെ അപ്പുറം ഇരിക്കുന്ന ആളും അനങ്ങുന്നില്ലോ, അതും പ്രതിഷ്ഠയാ. വന്നതല്ലേ ഈ യോഗത്തിന് വന്ന് അനങ്ങാതിരിക്കുന്നതല്ല പ്രതിഷ്ഠ. ജീവിതത്തിൽ പ്രതിഷ്ഠ വേണം. ഈ ജീവിതത്തിൽ പ്രതിഷ്ഠ വേണമെങ്കിൽ എല്ലാവരെ കൊണ്ട് ഒക്കത്തില്ല, പക്വതന്മാരെ കൊണ്ടേ ഒക്കൂ. ഈ ആത്മീക ലോകത്ത് പക്വതന്മാരിപ്പോ കുറവായി, എല്ലാം മിടുക്കന്മാരാ. എവിടെ ചെന്നാലും മിടുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്വതന്മാര്, ഞാനെപ്പോഴും പറയും, കേരളത്തിൽ പണ്ടൊരു പരമഭക്തനുണ്ടായിരുന്നു, മൂത്താമ്പക്കൽ കൊച്ചുകുഞ്ഞുപദേശി. പരമഭക്തനായിരുന്നു. അദ്ദേഹത്തെ പറ്റി ചരിത്രം പറഞ്ഞത്, 1 മാസത്തിൽ 19 നേരമേ ഭക്ഷണം കഴിക്കൂ. 19 നേരം. അപ്പൊ ഒരാൾ പറഞ്ഞ മറ്റേന്റെ കേട് തീർത്തായിരിക്കും ഈ നേരം. പറഞ്ഞ് 19 നേരം. അപ്പം സന്തത സഹചാരിയായ ഒരു ശിഷ്യൻ പറഞ്ഞു, അപ്പച്ചാ കുറച്ചുകൂടെ ആഹാരം കഴിക്കാം. പുള്ളി പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞെ കുറച്ചുകൂടെ ആഹാരം കഴിച്ചാൽ കൊച്ചുകുഞ്ഞ് കയറി അങ്ങ് വളരും, ഉപദേശി കാണുകയല്ലെന്ന്. മാരാമണ്ണ് മണക്കൊരു ധനാഢ്യന്റെ വീട്ടിൽ യോഗത്തിന് ചെന്നപ്പോൾ അവരുടെ നിലയനുസരിച്ച് തീന്മേശ മുഴുവൻ വിഭവസമൃദ്ധമായ ഭക്ഷണം, ഇറച്ചിയും മീനും കാളനും ഓലനും തോരനും എരിശ്ശേരിയൊക്കെ വെച്ചു. ഉപദേശി ശുശ്രൂഷ കഴിഞ്ഞ് കൈ കഴിയേച്ച് വന്നിരുന്നപ്പോൾ ഈ പാത്രത്തിന്റെ മൂടി മാറ്റിയപ്പോൾ നല്ല ആവിയും മണവും കളറും ഇത് കണ്ടപ്പോൾ ആസ്വദിച്ചു. ക്ഷീണമുണ്ട്, അപ്പൊ തന്നെ ഇത് കണ്ട ആസ്വദിച്ചു. ഉടനെ പുള്ളിയുടെ പ്രതിഷ്ഠാജീവിതം ഉണർന്നെന്ന. ഉടനെ പുള്ളി പറഞ്ഞെന്നാ പറഞ്ഞ്, കൊച്ചുകുഞ്ഞ് അവിടെ ഇരിക്കാൻ, തന്നോട് തന്നെ
അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതൊന്നും കണ്ട അങ്ങനെ ഇളകണ്ട. എന്നിട്ട് നടന്ന സംഭവമാ. ഒരു പ്ലേറ്റ് എടുത്ത് അല്പം പെറ്റെടുത്ത് പ്ലേറ്റിലിട്ട് വെള്ളം എടുത്ത് കുടിച്ച് അല്പം അച്ചാറോടിട്ട് ഞെരടി ആ വെള്ളം വലിച്ചു കുടിച്ച് സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോയെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒക്കുകയല്ല. നമ്മളായിരുന്നേലോ നമ്മളായിരുന്നേ കർത്താവേ ലഭിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം സ്തോത്രം സ്തോത്രം സ്തോത്രം. ശുശ്രൂഷിച്ച കരങ്ങളെയും മുഖാന്തരങ്ങളെയും അനുഗ്രഹിക്കണം. ഇത് മുഴുവൻ ഭക്ഷിച്ച് ബലപ്പെടുവാൻ അതാ നമ്മുടെ പ്രതിഷ്ഠ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ആനിമ സ്നേഹത്തിലേക്കും പ്രതിഷ്ഠയിലേക്കും മടങ്ങി വരണം. അപ്പോൾ യേശു കർത്താവ് സഭയുടെ വെളിയിൽ പോകാൻ ഒന്ന് ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി, രണ്ട് ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ആൾക്കാർ സഭയ്ക്കകത്തുണ്ട്. എന്താ ബിലയാമിന്റെ ഉപദേശം? മൂന്ന് പദമാ പുതിയ നിമിത്തത്തിൽ കൊടുത്തേക്കുന്നത്. ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ വഴി, ബിലയാമിന്റെ ഉപദേശം. യൂദായുടെ ലേഖനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പത്രോസിന്റെ ലേഖനത്തിലും മൂന്ന് പദമാണ്. വഞ്ചന, ഉപദേശം, വഴി. ഒറ്റ വാക്കി പറയാം, ബിലയാമിന്റെ ഉപദേശം എത്രയേ ഉള്ളു? അന്യജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ ബിലയാമിന്റെ ഉപദേശം. ഈ പിണങ്ങരുത്, പിണങ്ങാലും ഒന്നുമില്ല. ഈ പണ്ട് കാലത്തൊക്കെ പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുമ്പം ഇടനിലക്കാരനോ ബ്രോക്കറോ ഒക്കെ വരുമ്പം പറയും ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞാൽ വാക്ക് കൊടുക്കത്തില്ല. അപ്പോൾ ഒരു പയ്യനുണ്ട്, അപ്പം വീട്ടുകാർ ചോദിക്കും അവൻ രക്ഷിക്കപ്പെട്ടതാണോ? പണ്ടൊക്കെ ചോദിക്കുന്നതാ. ഉടനെ ഇടനിലക്കാരൻ പറയും കൊള്ളാം, AD മോസസിന്റെ കാലത്ത്. ആട്ടെ. ഉടനെ അടുത്ത ചോദ്യം, ആട്ടെ അവൻ സ്നാനപ്പെട്ടതാണോ? പണ്ട് ചോദിക്കും. ഉടനെ പറയോ അവന്റെ സ്നാനത്തിന് എന്തോ ആളല്ല, പാലത്തിന്റെ കൈവരെ വരെ ആൾക്കാർ ഞാൻ കിടന്നത്. ഭയങ്കര ആളായിരുന്നു സ്നാനത്തിന്. അടുത്ത ചോദ്യം, ആട്ടെ അവൻ അഭിഷേകം പ്രാപിച്ചതാണോ? പണ്ട് ചോദിക്കും. ഉടനെ പറയൂ അഭിഷേകം പ്രാപിച്ചതാണോന്നോ? അവന്റെ അടുത്ത് പോലും ഇത്രയ്ക്ക് അഭിഷേകമാണ്. ഉടനെ അടുത്ത ചോദ്യം, ആട്ടെ അവൻ സഭായകത്തിന് പോകുമോ? പണ്ടൊക്കെ ചോദിക്കും. കണ്ടിത് പ്രാപിച്ചാൽ ഇങ്ങോട്ട് വരികയല്ല, അവിടെ പ്രാപിച്ചിരിക്കുക. അവൻ പഴയ ആൾക്കാർ അവൻ സഭായകത്തിന് പോകും. അവനില്ലയോ ഹോള് തുറക്കുന്നതും ഹോള് ഈ പൂട്ടുന്ന ആൾക്കാർ ഇപ്പം മിക്കടത്തുമുണ്ട്. അപ്പോ ചോദിക്കും അവൻ സഭായകത്തിന് പോകുമോ? അയ്യോ അവൻ എല്ലാത്തിനും മുന്നില്ല. അടുത്ത ചോദ്യം, ആട്ടെ അവൻ തിരുമേശ എടുക്കുവോ? പണ്ട് ചോദിക്കും. അപ്പൊ പറയും എടുക്കുവോന്നോ? എടുക്കുകയും ചെയ്യും, ബാക്കി വരുന്ന മുഴുവൻ കുടിക്കുകയും ചെയ്യും. തീഷ്ണതയാ. എന്നാലും നിർത്തുകയല്ല. അടുത്ത ചോദ്യമുണ്ട്, ആട്ടെ അവൻ ദശാംശം കൊടുക്കുവോ എന്ന് ചോദിക്കും. പണ്ടൊക്കെ അങ്ങനെ ചോദിക്കും, സഭയ്ക്ക് പ്രയോജനമുള്ളവനാണോ എന്ന്. അയ്യോ അവൻ ദശാംശമല്ല, ഓഹരി കൊടുക്കുന്നവനാ. അങ്ങനെയൊക്കെയാണെ നമുക്കൊന്ന് ആലോചിക്കാം. പണ്ടൊക്കെ അങ്ങനെ, ഇപ്പോൾ അങ്ങനല്ല. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ തന്നെ കാണുക, ഞാൻ പകല് പറഞ്ഞ പോലെ. ഇപ്പൊ ചോദിക്കുക എങ്ങനെയുണ്ട് ചെറുക്കൻ? ചെറുക്കനൊരു 6-6.5 അടി പൊക്കം കാണും, നല്ല നെഞ്ചുവിരിവൊക്കെ ഉള്ളതാ. ഇരട്ടച്ചൻ കാണാ നാട്ടുകാര്. ആട്ടെ എങ്ങനെയുണ്ട് അവന്റെ ചുറ്റുപാട്? അയ്യോ ഷർട്ട് ഊരിയ ചുറ്റും പാടാ. കാരണം സൽസ്വഭാവം കൊണ്ട് നാട്ടുകാരെല്ലാം ഷർട്ട് ഊരരുതെന്നേ ഉള്ളു, ചുറ്റുപാടാ, നല്ല ചുറ്റുപാട്. അപ്പം പറയും അവൻ അത്ര ശരിയല്ല, കുഴപ്പമില്ല. എവള് ചെല്ലുമ്പോ അവള് ശരിയല്ല, പിന്നെ എങ്ങനെ അവൻ ശരിയാകുന്നത്? ആവശ്യമില്ലാത്ത ബന്ധതയും ബന്ധങ്ങളും ദൈവമക്കൾക്ക് പാടില്ല. തെളിവ് തരാം. യഹോശാഫാത്ത് ആഗാവുമായി സംബന്ധം കൂടിയെന്ന എന്ന് പറഞ്ഞ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാവിന്റെ മോൾ അതല്യായെ കെട്ടിച്ച് കല്യാണം കാശ് നോക്കി കെട്ടിച്ചതാ, കൃപ നോക്കി കെട്ടിച്ചതല്ല. ഈ കല്യാണം നടത്തി കാശ് നോക്കി കെട്ടിച്ചു, പൊസിഷൻ നോക്കി കെട്ടിച്ചു. പക്ഷെ സംഭവിച്ചത് ചരിത്രം പറഞ്ഞത് യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിന് കൊടലി ക്യാൻസർ ഉണ്ടായിട്ട് ഉദരം പൊട്ടി കൊടല് വെളിച്ചാടി മോൻ മരിച്ചു. നാടൻ ഭാഷ പറഞ്ഞ അപ്പനൊരു കെട്ടീര് കെട്ടിച്ചു, മോന്റെ ആപ്പീസ് കൂട്ടി. രണ്ട് ബിസിനസ് നടത്തി തർശീശിലേക്ക് ഓടാൻ കപ്പല്, ഓബീരിൽ ഗോൾഡിന്റെ ബിസിനസ്. കപ്പല് തമ്പുരാൻ പൊടിച്ചു. 48 സങ്കീർത്തനത്തിലുണ്ട്, കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ് കപ്പലുകളെ ഉടനെ ബന്ധുക്കാരുടെ കപ്പലുണ്ടാക്കി അടിച്ച് തമ്പുരാൻ പപ്പടം പൊടിക്കുമ്പോൾ പെടും. ആവശ്യമില്ലാത്ത ബന്ധത, ആവശ്യമില്ലാത്ത ബിസിനസ് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അത് വിവരിക്കുന്നില്ല. ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ആൾക്കാർ സഭയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് കർത്താവ് സഭയ്ക്കകത്തില്ല. 3 നിക്കലോവ്യ മതക്കാരും സഭയ്ക്കകത്ത് കയറി. ഇതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാ. ഞാൻ ആ പോയിന്റ് മാത്രം പറയാം. നിക്കലോവ്യ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്തോ പാപം ചെയ്താലും കുഴപ്പമില്ല, ഏത് വിഷയത്തിലാണെങ്കിലും കുഴപ്പമില്ല, ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണെന്നില്ല. അതാ ഉപദേശം. അങ്ങനെയുള്ളവരും സഭയ്ക്കകത്ത് ധാരാളം വർദ്ധിച്ചു. പിന്നെ 4 ഇസബേൽ എന്നൊരു സ്ത്രീയെ അനുവദിച്ചു കൊടുക്കുന്നൊരു കുറ്റമുണ്ട്. ഇങ്ങനെയുള്ള ഈ വിധ കാരണങ്ങളാൽ
സഭയ്ക്കകത്ത് കർത്താവില്ല, കർത്താവ് സഭയുടെ വെളിയില. ഇന്ന് രാത്രി വെളിയിൽ നിൽക്കുന്ന യേശു സഭയിൽ നിന്ന് മുട്ടുകയാ. ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി യേശു അകത്ത് വരും. ഇന്ന് രാത്രി പ്രിയരെ, പ്രിയപ്പെട്ടവര്, ഹൃദയത്തിന്റെ വാതിൽക്കൽ യേശു മുട്ടുക. ഇന്ന് രാത്രി ഹൃദയം തുറന്നു. ഇതാ സുപ്രസാദ കാലം, ഇതാ രക്ഷാദിവസം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്ത ആരേലും എന്നെ കേൾക്കുന്നെങ്കിൽ യേശുവിനെ ഉള്ളത്തിലേറ്റെടുത്ത് പോകണം. പ്രൈസ് ദി ലോർഡ്. മുഴു ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് ക്രിസ്തു സ്വർഗ മഹിമ വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് രാത്രി യേശു ക്രിസ്തു ഒരു വ്യക്തികളുടെ, ഒരു സമൂഹത്തിന്റെ കുത്തകയല്ല. ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാ. ആർക്കും ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. ഇന്ന് രാത്രി വാതിൽ തുറന്നാൽ യേശു അകത്ത് വരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് ചിന്തയും കൂടെ ഓർപ്പിക്കുക. ഒന്ന്, വാതിൽക്കൽ നിന്ന് ക്രിസ്തു മുട്ടുന്നു. ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അകത്ത് വരും. സഭ തുറന്നു കൊടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സഭയ്ക്കകത്തേക്ക് വരും. വേർപാടും വിശുദ്ധിയും പ്രമാണവും പ്രതിഷ്ഠയും കാത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രി യേശു വരും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. രണ്ട്, ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാമത് വാക്യവും അതിന്റെ 23-ാമത് വാക്യവും. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. 23-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചേ. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞു. ശ്രദ്ധിക്കുക. ഒന്ന്, വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. രണ്ട്, വാതിൽക്കൽ സംഹാരകൻ നിൽക്കുന്നു. ഇന്ന് രാത്രി എന്തിനാ സംഹാരകൻ നിൽക്കുന്നത് വെച്ചാൽ അകത്ത് കയറി ആദ്യജാതനെ തട്ടിക്കളയാൻ. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണമായ ആട്ടിൻകുട്ടിയെ കണ്ടിക്കണം. ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. പൗലോസ് വിളിച്ചു പറഞ്ഞല്ലോ, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ. 14-ാം തീയതി കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടിളക്കാർ രണ്ടിലെ കുറുമ്പടിവിൽ പുരട്ടണം. എന്ത്? സംഹാരകൻ വാതിൽക്കൽ നിൽപ്പുണ്ട്. അവൻ അകത്ത് കയറാതെ വാതിൽ വിട്ട് ഒഴിഞ്ഞു മാറണമെങ്കിൽ ചോരത്തൊളി ആചരിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, മോക്ഷം പ്രാപിക്കാൻ ഒറ്റ മാർഗം യേശുവിന്റെ പരിശുദ്ധ രക്തം. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം ഇന്ന് രാത്രിയോടെ വ്യാപരിക്കുന്നുണ്ട്. ആട്ടുകൊറ്റന്മാരുടെ കാടക്കിടാക്കണ രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മം ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ഇന്ന് രാത്രിയോടെ വ്യാപരിക്കുന്നുണ്ട്. സംഹാര ശക്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ പോംവഴി, യേശുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കണം. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. നിന്റെ അകൃത്യങ്ങൾ രക്താംബരം പോലെ ഇരുന്നാൽ ഹിമം പോലെ ഇന്ന് രാത്രി വെളുപ്പിക്കും. ഏത് കൊടുംപാപം ചെയ്ത വ്യക്തിയാണെങ്കിലും യേശുവിന്റെ പരിശുദ്ധ രക്തം നിന്റെ സകല പാപങ്ങളും പരിഹരിക്കും. അവൻ പാപമോചനത്തിന് അവൻ പുണ്യസ്ഥലം സന്ദർശിക്കുകയോ തീർത്ഥയാത്രകളോ തീർത്ഥാടനങ്ങളോ നേർച്ച കാഴ്ചകൾ ആചാരം കൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. ഇന്ന് രാത്രി ഗുണം വരുവാൻ ഒറ്റ മാർഗം യേശുവിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. സംഹാരകൻ വാതിൽക്കൽ നിൽക്കുന്നു. അകത്ത് കയറി ആദ്യജാതനെ തട്ടിക്കളയാൻ രക്ഷപ്പെടാനുള്ള പോംവഴിയാ യേശുവിന്റെ രക്തം. ഒരു വാക്യവും കൂടെ വായിച്ച് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്താം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. വാതിൽക്കൽ എന്തുവാന്നുള്ളതാ വിഷയം. ഒന്ന്, വാതിൽക്കൽ യേശു നിന്ന് മുട്ടുന്നു. 2, വാതിൽക്കൽ സംഹാരകൻ നിൽക്കുന്നു. 3, യാക്കോബ് 5-ന്റെ സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് ഇനി സഭയോട് ദൂത് പറയാം. ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. മനുഷ്യനാ തെറ്റും കുറ്റങ്ങളും പോഷത്വങ്ങളും എനിക്കും നിങ്ങൾക്കും വരാൻ തമ്മിൽ ചെളിവാരി എറിയരുത്, തമ്മിൽ ആക്ഷേപിക്കരുത്, തമ്മിൽ പരിഹസിക്കരുത്. ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങരുത്. സ്തോത്രം. നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. സ്തോത്രം. ഒരു അപാകതയോ തെറ്റോ പോഷത്വങ്ങളോ കണ്ടാൽ മറ്റുള്ളവരുമായി ചേർന്ന് അവനെ വിധിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരാളുടെ കാര്യം വേറൊരാട് പറയരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും നാടൻ ഭാഷയില്ല കുരുക്കൊപ്പിക്കരുത്.
സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കരുത്, ദൈവം നിന്നെ അടിക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എന്തെല്ലാം കുറ്റങ്ങളും കുറവും ദൈവം ക്ഷമിച്ചു. നമുക്ക് ക്ഷമിച്ചാൽ എന്നാ? സ്തോത്രം. നമുക്ക് വിധേയപ്പെട്ടാൽ എന്താ? നമ്മുടെ മനസ്സാ ദൈവത്തെങ്കിൽ ആരും ഇന്ന് യോഗത്തിന് കാണുകയല്ല. സ്തോത്രം. നല്ലൊരു മനസ്സുണ്ടായിരിക്കണം. വിധിക്കപ്പെടാതിരിക്കുന്നതിന് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി പോകരുത്. വായിക്കാം. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ശ്രദ്ധിക്കുക. 1, വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. 2, വാതിൽക്കൽ സംഹാരകൻ നിൽക്കുന്നു. 3, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. ഓടിച്ച് അവസാനിപ്പിക്കാം. ആരാ ന്യായാധിപതി? ക്രിസ്തു. കാരണം ന്യായവതി എല്ലാം പിതാവ് പുത്രനെ പരമേൽപ്പിച്ചിരിക്കുക. പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല, ന്യായം വിധിക്കുന്നതെല്ലാം പുത്രനാ. ആ ന്യായം വിധിക്കേണ്ട പുത്രൻ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. എന്തിന്? ന്യായം വിധിക്കാൻ. ആരെ? ദൈവസഭയെ. എപ്പോൾ? കാകളം നനച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞ്. ഇനി നടക്കുന്ന പ്രഥമ സംഭവം ദൈവമക്കളുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വീണ്ടും വരവാ. എബ്രായലേഖനത്തിൽ വായിക്കുന്നത്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. 9-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷപ്പെടും. എന്ന് പറഞ്ഞാൽ ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടു. ഒന്നാമത്തെ പ്രത്യക്ഷത കന്യാസൂനുമായിട്ട് ജനിച്ച് അവതരിച്ച് ജീവിച്ച് ആ നാടകം നന്മ സുവിശേഷിച്ച് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയി. ആ പോകുന്നത് വരെയായിരുന്നു ഒന്നാമത്തെ പ്രത്യക്ഷത. ഒന്നാമത്തെ പ്രത്യക്ഷത എന്തിനാണെന്ന് എബ്രായലേഖനം 9:26 പഠിക്കുന്നത്, അവൻ മാനവരാശി കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അത് വരുത്തിയേച്ച് യേശു സ്വർഗത്തിലേക്ക് പോയി. ഈ പോയ കർത്താവ് ഇപ്പോൾ പക്ഷപാതം ചെയ്യുക. അധികം താമസിക്കാതെ അവൻ വീണ്ടും വരാൻ പോകുക. എന്തിന്? ദൈവമക്കളെ ന്യായം വിധിക്കാൻ. ഈ ന്യായവതി ദൈവമക്കൾക്കേ ഉള്ളൂ. ഇനി കാകളം തുനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരാദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് പറ. അയ്യോ, പോവോ? പണ്ട് ഞാൻ ഓടനാവട്ടത്ത് ചോർച്ചാ കർത്താവ് വന്നപ്പോ കൊണ്ട് ഒത്താ പോണം. ഒത്താ പോകാനല്ല, നിശ്ചയമായിട്ടും പോകണം. അപ്പൊ കാകളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച്. ആ സങ്കീർത്തനക്കാരന്റെ ഭാഷയാ, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് അതുപോലെ അങ്ങോട്ട് കയറിപ്പോവും. എവിടോട്ട് പോവും? ഞങ്ങളുടെ പൂവമ്മല്ലേ കൊച്ചൻ പറഞ്ഞു പോകാവുന്നിടത്തോളം പോകുമെന്ന് പറഞ്ഞു. നോക്കിയപ്പോ ഇങ്ങനെ കിടക്കുക. അവർക്കും വലിയ ലക്കില്ലായിരുന്നു. പോകാവുന്നിടത്തോളം സ്വർഗത്തിൽ ചെല്ലും. സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുചെല്ലും. താൻ ഇരിക്കുന്ന ഇടത്ത് സ്വർഗത്തിൽ ചെന്നാ ഉടനെ പ്രോഗ്രാം ന്യായവതിയാ. വള്ളംകുളത്തെ ഞങ്ങളുടെ ഒരു മോള് പറഞ്ഞു, എന്നാ ഉടനെ കല്യാണമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നിനക്ക് ഇച്ചിരി ഇളക്കം ഉള്ളതാന്ന് പറഞ്ഞു. ചെന്നാ ഉടനെ കല്യാണമല്ല, ചെന്നാ ഉടനെ ന്യായവതി. ചെന്ന ഉടനെ ന്യായവതിയാ. അപ്പൊ ഞങ്ങളുടെ ഒരു ബേബിക്കുട്ടി ചോദിച്ചു, പിന്നെയും പ്രശ്നമാണോ എന്ന് ചോദിച്ചു. ചോദിക്കാൻ കാര്യം, എന്തെല്ലാം കഷ്ടവും നിന്നെ അപമാനവും സഹിച്ച അങ്ങോട്ട് പോകുന്നത്, പിന്നെയും പ്രശ്നമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാബുക്കുട്ടി ന്യായവിധി എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, ന്യായമായ വിധി. എന്നെ നിങ്ങളെ അവിടെ കൊണ്ട് നിർത്തിച്ച് ന്യായമായിട്ട് വിധിക്കും. അപ്പൊ ചോദിച്ചത് എങ്ങനാന്ന് ചോദിച്ചാൽ, ബേബിക്കുട്ടി ചെയ്തതെല്ലാം അന്നേരം വെളിപ്പെടുത്തും. അപ്പൊ എന്നോട് ചോദിച്ചു, എല്ലാം വെളിപ്പെടുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മുഴുവൻ കേസും വെളിപ്പെടുത്തും, എല്ലാം മുഴുവൻ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഞങ്ങളുടെ റോസമ്മ കാണുമോ എന്ന് ചോദിച്ചു. പറഞ്ഞ റോസമ്മയെ കാണിക്കത്തില്ല. സ്തോത്രം. പുള്ളിക്ക് അതറിഞ്ഞാൽ മതിയായിരുന്നു. അവനവൻ ശരീരത്തിക്കുമ്പോ ചെയ്യുന്നത് നല്ലതാകലത്ത് മുഴുവൻ വെളിപ്പെടുത്തും. അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് തരുന്ന ആയുസ്സും ആരോഗ്യവും കർത്താവിനെ ശുശ്രൂഷിച്ചും സാക്ഷിച്ചും ജീവിച്ച് വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പരമാർത്ഥതയോടെ ജീവിക്കണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം തരും. ന്യായവിധി നടത്തിയേച്ച് ദൈവകുഞ്ഞുങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ന്യായാധിപതി വാദിക്ക് നിൽപ്പുണ്ട്. ആ നല്ല പ്രതിഫലം വാങ്ങാൻ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കണം. ഞാൻ എന്റെ വാക്കുകൾ അങ്ങ് നിർത്തുകയാ. കർത്താവിന് മഹത്വം. ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. 1, വാതിക്കൽ നിന്ന് യേശു മുട്ടുന്നു സഭയ്ക്കകത്ത് കയറാൻ. 2, വാതിക്കൽ സംഹാര ശക്തി നിൽക്കുന്നു. ആദിജാതനെ തട്ടിക്കളയാൻ പോംവഴി ഒന്നേ ഉള്ളൂ, യേശുവിന്റെ പരിശുദ്ധ രക്തം.
3 ന്യായാധിപതി വാടക്ക് നിൽക്കുന്നു. എന്തിന്? എന്നെ നിങ്ങളെ ന്യായം വിധിക്കാൻ. ഇവിടെ കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് പങ്കപ്പാട് സഹിച്ച് നിന്ദകളേറ്റ് അഹോരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, ഒരു പ്രതിഫലം നമുക്കുണ്ട്. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യില. അവൻ ന്യായം വിധിക്കാൻ വാതിക്ക് നിൽക്കുക. എല്ലാവരും എന്ന് രാത്രി പ്രാർത്ഥിക്ക്. യേശു വരാറായി. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിൽ എടുക്കപ്പെടാനുള്ള യോഗ്യത കമ്പിവാചകം പോലെ പറയാം. നമുക്ക് അറിവുള്ള കാര്യം അറിവില്ലാത്തവരുടെ അറിവിന്. 1, രക്ഷിക്കപ്പെടുക. യേശുവിന് ഹൃദയം ഇന്ന് രാത്രി കൊടുക്കണം. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. 2, രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് പ്രമാണമാണ്. സ്നാപകരും സ്ഥാനാർത്ഥിയും വെള്ളത്തിൽ, ഈ തളിക്കുന്നതും കൊടയുന്നതെല്ലാം കള്ളത്തരമാണ്. ശരിയായ സ്നാനം വെള്ളത്തിൽ. സ്നാപകന് സ്ഥാനാർത്ഥി ഇറങ്ങണം, സ്നാപകൻ സ്ഥാനാർത്ഥിയെ വെള്ളത്തിൽ മുക്കണം. പണ്ട് എറപ്പുഴപ്പാറത്തിന് തോണ്ടറക്കടവിൽ ഒരു തന്നെ മുക്കി. കാട്ട് ബേച്ചാനുണ്ട്. മുക്കി അങ്ങോട്ട് വിട്ടപ്പോൾ അവൻ ഉണ്ടയിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി. ബേച്ച് നോക്കി നിൽക്കുക അവന് ഉണ്ടയിട്ട് പോകുന്നത്. അപ്പൊ തിരുമൂലപുരം ജോർജ് കുട്ടിയുണ്ട്. ജോർജ് കുട്ടി പറഞ്ഞ് ബേച്ചഴിഞ്ഞ് പോരാ, അവൻ വരികയല്ലെന്ന് പറഞ്ഞു. ഒരു മര്യാദയുള്ളവനല്ല, അക്കരെ കയറിയിട്ട് പോലും പോവാന്ന് പറഞ്ഞില്ല. നേരെ പോയി ഇല്ല കണ്ണാട്ടിപ്പുഴ കറിയാച്ചന്റെ വീട്ടിൽ കയറിയിരുന്നു, അവിടെ തെങ്ങേലിയില്. അവൻ വന്നില്ല. അപ്പൊ അത് പിന്നീട് അറിഞ്ഞത് ഇച്ചിരി ഇളക്കമുള്ളവനാ. വെള്ളം ചെവിക്കകത്ത് കയറിയപ്പോ. അപ്പൊ ഈ സ്നാപകനെ സ്ഥാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങണം, നിമജ്ജനം ചെയ്യുക എന്നാ. യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്നതാ സ്നാനം. സ്നാനമോ ഇപ്പൊ ജഡത്തിന്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയാ. പെന്തിക്കോസുകാരെ കണ്ടുപിടിച്ച പുത്തന്മാർഗമല്ല, തിരുവചനത്തിന്റെ ഉപദേശമാണ്. 1, രക്ഷിക്കപ്പെടുക. 2, സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം. ആത്മാഭിഷേകം, അന്യഭാഷാഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. ചില ആൾക്കാർ പറഞ്ഞ നിന്ന് പോയെന്ന, അവർക്ക് നിന്നായിരിക്കും, എനിക്ക് നിന്നിട്ടില്ല. മുമ്പേ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞ നിന്ന് പോയെന്ന, അവർക്ക് ഞാൻ തർക്കിക്കാനില്ല. തർക്കിച്ചാൽ 2 കൂട്ടർക്കും വാക്യമുണ്ട് ഇഷ്ടം പോലെ. തർക്കിക്കാനാണ് ഇത് അനുഭവിക്കുന്ന ദൈവകുഞ്ഞുങ്ങളാ. നിന്നിട്ടില്ല. അടുത്ത കാലത്തൊരു തള്ള എന്നോട് പറഞ്ഞു മനസ്സിലാകുന്നില്ലെന്ന് അമ്മയ്ക്ക്. ഞാൻ പറഞ്ഞു, തള്ള നിങ്ങളോടല്ല പറഞ്ഞത്, ദൈവത്തോടാ പറഞ്ഞെന്ന് പറഞ്ഞു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അമ്മയോടത്രേ. അങ്ങനെയാണോ? അല്ല, ദൈവത്തോടത്രേ. ഓരോരുത്തർക്കും പിടികിട്ടുന്നില്ല. ആത്മീക വർധന വരുത്തുക. അന്യഭാഷ നിന്നിട്ടില്ല, നിർത്താൻ നോക്കണ്ട, ഇപ്പൊ നിൽക്കത്തില്ല. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കും. 1, രക്ഷിക്കപ്പെടുക. 2, സ്നാനം. 3, പരിശുദ്ധാത്മ നിറവ്. 4, തിരുമേശയിൽ സംബന്ധിക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അത് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ആ ശുശ്രൂഷയാ. അതിൽ തിരുമേശയെ സംബന്ധിക്കണം. തിരുമേശ കൊണ്ടുവരുമ്പോ സായിബാബ ഇരിക്കുമ്പോൾ ഇരിക്കരുത്, അത് എടുക്കണം. ചെല്ലു പിന്നെ അങ്ങ് മുഴുവൻ എടുത്തോളും. പണ്ടൊരു തള്ളയ്ക്ക് കൊടുത്തപ്പോൾ അത് മുഴുവൻ അങ്ങ് വലിച്ചു കുടിച്ചു. പാസ് മുഴുവൻ കുടിച്ചു എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, കുറച്ചുകൂടെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത ഇത്ര ഒന്നും കുടിച്ചാ, യേശു എനിക്ക് വേണ്ടി ചെയ്ത തോർത്ത ഇത്ര ഒന്നും കുടിച്ചാൽ പോരുണ്ടെങ്കിൽ ഇച്ചിരോട്ട് തരാൻ പറഞ്ഞു. ഇത് ഓർമ്മയ്ക്ക. തിരുമേശയിൽ ഭാഗവക്കാകണം. സ്തോത്രം. മനുഷ്യപുത്രന്റെ രക്തം കുടിക്കാതിരുന്നാൽ ഉള്ളിൽ ജീവൻ കാണത്തില്ല. ഇന്ന് രാത്രി ഈ വിധ അനുഭവങ്ങളിൽ കൂടെ വരണം. കൂട്ടായ്മ, പ്രാർത്ഥന, ഉപദേശം, വേർപാട്, ഇത് അനുഷ്ഠിച്ച് ആചരിച്ച് ദിനംതോറും വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ ന്യായാധിപതി വാതിൽക്കൽ നിൽപ്പുണ്ട്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് നമ്മുടെ കർത്താവ് വരും. സന്തോഷത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 1, വാതിൽക്കൽ നിന്ന് യേശു മുട്ടുന്നു. 2, വാതിൽക്കൽ സംഹാരകം നിൽക്കുന്നു. 3, വാതിൽക്കൽ ന്യായാധിപതി നിൽക്കുക. ഇന്ന് രാത്രി കർത്താവിനെ എതിരേൽക്കുവാൻ, യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ നമുക്ക് ഇന്ന് രാത്രി സമർപ്പിക്കാം. ഈ ലോകത്തിൽ വണ്ടിയും വീടും വസ്തുവും കാറും ലോറിയും ഒന്നും നേടിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം യേശു ഉള്ളത്തിൽ വരിക, കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവിന്റെ വരവിനായിട്ടിരുക. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. 2 ശീലി പാട്ട് പാടി എല്ലാവരും ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കാം. യേശു വരാറായി. ഹല്ലേലൂയ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. നമ്മുടെ കർത്താവ് വരാറായി. സന്തോഷത്തോടെ പ്രത്യാശയോടെ കർത്താവ് തൻ ഗംഭീര നാനത്തോട്